ആര് നിന്നെ ഈ മണൽക്കാട്ടിൽ തള്ളി പൂച്ചേ? നീ കടിച്ചുവോ, മാന്തി കീറിയോ, പാത്രം പൊട്ടിച്ചുവോ, വീട്ടിൽ മതാമതൻ ഫ്രോക്ക് കീറിയോ, കാര്യബന്ധു പൂച്ചേ? സുരേഷ് ഗോപി ഒരു സീറ്റ് അവിടെ കിട്ടി. അതുകൊണ്ടെന്താ അടുത്ത തവണ ജയിക്കത്തില്ല, ഉറപ്പ്. മോഡിക്ക് ഇത്തവണ പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് മുസ്ലിങ്ങൾക്കെതിരെ കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യാവോ? അഹങ്കാരമല്ലേ കാണിച്ചത്? താൻ എന്തോ ആണ്, താൻ ദൈവം വരെയാണ്. ചരിത്രത്തിൽ ഇതൊന്നും രാഹുൽ ഗാന്ധി പഠിക്കത്തില്ല. പുള്ളിക്കാരേക്ക് തോളി ചാടാതിരിക്കാൻ പറ്റും. എപ്പോൾ നോക്കിയാലും ഒരാളുടെ തോളി ചാടിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായില്ല. ഇതിനേക്കാളൊരു നാണക്കേട് മോഡി. പക്ഷേ എന്തെങ്കിലും മുഖത്തൊരു ഭാവമുണ്ടോ? അപ്പോൾ നാണക്കേടുണ്ടായാലും ഭാവിക്കാത്ത ഒരു തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട്. കേരളത്തിൽ ലെഫ്റ്റ് കൺസോളിഡേറ്റഡാണ്. അതിൻ്റെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട് പലതവണ. പാർലമെൻറ്റിലും പലതവണയും ഭൂരിപക്ഷം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഒരു സീറ്റ് കിട്ടിയ പലതവണയുണ്ട്. അസംബ്ലിയിൽ ആലപ്പുഴയിലും പാലക്കാട്ടും 77 ഇലക്ഷനിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല. ഇവിടെ നിന്ന് 14 സീറ്റുണ്ട്. കാരണം തിരുവല്ല താലൂക്ക് ഉണ്ടായിട്ടില്ല. തിരുവല്ല താലൂക്ക് എന്നില്ല. ആറന്മുള, പന്തളമെല്ലാം. പന്തളക്ക് പത്തനംതിട്ട, അത് ഇവിടെയായിരുന്നു അന്ന്. അപ്പോൾ 14 സീറ്റിലൊന്നും ഞങ്ങൾ ജയിച്ചില്ല. പാലക്കാടും ജയിച്ചില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ മാറി. ഇപ്പോൾ ഞങ്ങൾ 9-8 ഇവിടെ ആലപ്പുഴ 9-8 സീറ്റ്. കഴിഞ്ഞ തവണ 9-8 അതിന് 9-7 അപ്പോൾ രമേശ് ചെന്നിത്തല വിളിച്ചെല്ലാവരും. അപ്പോൾ ഇതിനേക്കാളുള്ള മാറ്റങ്ങൾ വരാം. 2 സീറ്റും ജയിച്ച കാലമുണ്ട്. ആലപ്പുഴയും മാവേലിക്കരയും. കേരളത്തിൽ 10-17 സീറ്റ് ജയിച്ച കാലം, 18 സീറ്റ് വരെ ജയിച്ച കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 1-2 ഇലക്ഷനായിട്ട് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പാർലമെൻ്ററി വോട്ടിങ്ങിൽ വരുന്ന ഫ്ലക്ച്വേഷനാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. മാറി മറിഞ്ഞു വരും. പക്ഷേ സോഷ്യോ ഇക്കണോമിക് സ്ട്രാറ്റയിൽ എന്തെങ്കിലും ചലനങ്ങളുണ്ടാക്കിയോ, അത് പൊളിറ്റിക്കൽ ആസ്പിറേഷൻസിനെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേർഡിച്ചോ, അത് നോക്കേണ്ട കാര്യമാണ്. ഈ പറയുന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ 2019 നമുക്ക് 34.23% ഇത്തവണ 1% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നും നമ്മൾ പറയുന്നത് നമ്മുടെ കോർ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നാണ്. ഇത്തവണ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അല്ലെ, ചോദ്യം എന്താ വെച്ചാൽ ഈവൻ ഇടതുപക്ഷ നിരീക്ഷകരോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്തുള്ളവരോ പോലും പറയുന്നത് ഇത്തവണ ഗവൺമെന്റിനെതിരായിട്ടുള്ള, ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ഉണ്ടായിരുന്നു. അതാണ് വോട്ട് കുറയാൻ കാരണമെന്നാണ്. അതെന്താണ്, എങ്ങനെയാണ്? അല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ആഞ്ഞടിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചിന്തിക്കുന്ന ചിലർ കാണും, ഇല്ലെന്നൊന്നും പറയുന്നത് എന്തും കാണും. ഓരോരോ പ്രസംഗമല്ല. ഇപ്പോൾ എം ഇ ഗോവിന്ദൻ തന്നെ ഇന്നലെ പറഞ്ഞല്ലോ 700ഓളം കോടി പെൻഷൻ കൊടുത്തില്ല. അദ്ദേഹം പരസ്യമായിട്ട് പറയല്ലേ പൊതുയോഗത്തിൽ. അതുകൊണ്ട് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്ന അതാണല്ലോ ഇന്നലെ പറഞ്ഞിരിക്കുക. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ് പറഞ്ഞു. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കട്ടി കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്ന ശേഷം എന്താ കുഴപ്പക്കാരായ കുറേ ആൾ ഇരച്ചു കയറുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചാണ്. എന്നാലും വിമർശനമുണ്ട്, ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അപ്പം നല്ലപോലെ നമ്മൾ ബേസിക്കായിട്ട് തന്നെ അത് തിരുത്തി പറയേണ്ട കാര്യം അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപ്പറ്റി ബോധ്യമുണ്ട് ലീഡർഷിപ്പിന്. അവരത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബേസിക് വോട്ടെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴും ഇല്ലേ 34 33 ഉണ്ടല്ലോ. അതൊരു ചെറിയ കഴിഞ്ഞ തവണ കിട്ടിയ മുഴുവൻ ബേസിക് വോട്ട് ആവണമെന്ന് അല്ലാതെ കുറച്ച് വോട്ട് കിട്ടത്തില്ലേ. പക്ഷേ അതിനൊക്കെ ഉപരിയായി ഒരു 10-25% ജനങ്ങൾ ഒരു പാർട്ടിയോടും പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരുണ്ട് കേരളത്തിൽ. അവരുടെ വോട്ട് മെജോറിറ്റി ആർക്ക് കിട്ടുന്നോ അവരാണ് കയറി വരുന്നത്. ഇതാണ് വസ്തുത. അത് നമ്മൾ മനസ്സിലാക്കി ആ വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പാർട്ടി രേഖയിലെല്ലാം പറയുന്നുണ്ട്. ഇലക്ഷൻ റിവ്യൂ ഒക്കെ നടത്തിയിട്ടിവിടെ നമ്മുടെ CPM സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള രേഖകളിൽ പല സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ആ വീട്ടുകാർക്ക് സ്വീകാര്യരായവർ മാത്രമേ പോകാവൂ. പ്രാദേശിക അമ്പല പ്രശ്നങ്ങളിലും പ്രശ്നം കാണും, പോകരുത്. അത് കൃത്യമായി പാലിക്കാനൊന്നും കഴിയുന്നില്ല. പ്രദേശത്തെ ആളം കൊണ്ടിരിക്കും. മുമ്പേതെങ്കിലും കാര്യത്തിൽ അവരുമായിട്ട് പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ഒരു സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യകാലത്തെപ്പോഴും ഒരു
കുറേ കാലം മുമ്പുള്ളതുപോലെയുള്ള ഇലക്ഷനിലെ പാർട്ടി പ്രവർത്തനം അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ. അത് ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ, ആ ഡെഡിക്കേഷൻ ഇതിനൊക്കെ തന്നെ അർപ്പിക്കണം. ഇതിനൊക്കെ അങ്ങ് അർപ്പിക്കുക, ഇതിനു വേണ്ടി ജീവിക്കുക. പ്രൊഫഷണൽ റെവല്യൂഷണറീസ് എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രൊഫഷണൽ റെവല്യൂഷണറി, വിപ്ലവമാണ് തൊഴിലാക്കിയിരുന്നത്. അതാണ് അവരാ റഷ്യൻ വിപ്ലവം നടത്തിയത്. അതിന് അങ്ങനെ ഒരു വിപ്ലവം അല്ല ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ്റ് ഡെമോക്രസി വരുന്ന പരിവർത്തനങ്ങളാണിപ്പോൾ. എന്നാലും സമൂഹത്തിൻ്റെ സബ്ജക്റ്റീവ് ഫാക്ടർ, അതാണ് സബ്ജക്റ്റീവ് ഫാക്ടർ. ഇവിടെ മാറ്റം അനിവാര്യമാണ്, അതിനുവേണ്ടി ഇറങ്ങിപ്പോഴണം ഉടൻ തന്നെ എന്ന് ചിന്തിക്കുകയും ഒബ്ജക്റ്റീവ് ഫാക്ടർ അനുകൂലമാണെങ്കിൽ ഇപ്പോൾ വിപ്ലവം നടക്കും. സബ്ജക്റ്റീവ് ഫാക്ടറും ഒബ്ജക്റ്റീവ് ഫാക്ടറും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വിപ്ലവം നടക്കും. ഒബ്ജക്റ്റീവ് ഫാക്ടർ ശരിയാവാതെ ചാടിപ്പുറപ്പെട്ടതാണ് നക്സലൈറ്റുകൾ. അവർക്ക് പറ്റിയത് അവർ സബ്ജക്റ്റീവായിട്ട് വിപ്ലവം നടത്തണമെന്ന് ആലോചിച്ചു. പക്ഷേ ഒബ്ജക്റ്റീവ് ഫാക്ടർ ജനങ്ങളുടെ പിന്തുണയില്ല. അത് വളരെ ക്ലിയറായിട്ട് തന്നെ ഐഡിയോളജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്ത്രവും അടവും തമ്മിലുള്ള ബന്ധം. തന്ത്രം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പരിപാടി. ഇപ്പോൾ പീപ്പിൾസ് ഡെമോക്രസിയാണ്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷനാണ് തന്ത്രം. ഇറ്റ് ഇസ് സ്ട്രാറ്റജി, ഇറ്റ് ഇസ് എ ലോങ് പീരീഡ് സ്ട്രാറ്റജി. അതിലേക്ക് മുന്നേറാനുള്ള ഓരോരോ താൽക്കാലിക അടവുകളാണ് ടാക്ടിക്സ്. കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുന്നു എന്നുള്ളൊരു പറയടത്തുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്നൊരു വോട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ വോട്ടേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മുടെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി മെമ്പർമാരെ പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യാനും അങ്ങനെയുള്ളൊരു വിഭാഗം ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമ്മുടെ CPM അവിഭക്ത പാർട്ടി CPM ഉയർന്ന് നിൽക്കുന്നത്. അവരിൽ കുറച്ച് വ്യത്യാസം വന്നു, കുറച്ച് പേര് സംശയം, കുറച്ച് പേര് വന്നാൽ മതിയല്ലോ. അങ്ങനെ എല്ലായിടത്തും ഒന്നും കുറേശ്ശെ വരും പോയില്ലേ, പല തുള്ളി വരുള്ളൂ അല്ലേ. ഒരിടവും കാട്ടണമെന്നങ്ങ് പോയതെന്നല്ല, ഓരോ ബൂത്തിലും 10-9 വോട്ട് മാറിയാൽ തന്നെ ഒരു മണ്ഡലത്തിൽ 200 ബൂത്തുണ്ടാവും. എത്രയായി? 10,000 വോട്ടായില്ലേ, മാറിയില്ലേ. പാർലമെൻറ്റ് മൊത്തം വരുമ്പോൾ 1,40,000 ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മൈന്യൂട്ടായിട്ട് നോക്കണം. പാർട്ടിയുടെ ബേസിക് സ്ട്രക്ചറൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതിന് തകർച്ച ഉണ്ടായതായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാൽ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ വർഗീയ ശക്തി ശ്രമിക്കുന്നു, അവരാഹ്ലാദിക്കുന്നു. അവർക്കാണെങ്കിൽ ലക്കിലെല്ലാനൊന്നുമില്ല, BJPക്ക് ഒന്നുമില്ല. അവരന്ധമായിട്ടെന്തോ കാര്യം സാധിച്ചെന്ന മട്ടിലങ്ങ് ബഹളം ഉണ്ടാക്കുക. അല്ല, അത് പറഞ്ഞല്ലോ, കേരളത്തിൽ അവരുടെ വോട്ട് കുറച്ച് കൂടി, അത് സത്യമല്ലേ. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആർഗ്യുമെൻ്റ് പറയുകയാണ്, അവരുടെ വോട്ട് കൂടിയല്ലോ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് ശാശ്വതമാണെന്ന് ആര് പറഞ്ഞു? അവിടെ ഇത് ചിഞ്ചു പോലത്തല്ലേ. പ്രോപ്പറായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഇറങ്ങേണ്ടവരിറങ്ങി അല്ലേ, അവരോട് സംസാരിക്കേണ്ടവർ രാജ്യത്ത് സംസാരിച്ച് ശക്തമായ ഒരു തിരിച്ചു പോലും. കാരണം അവിടെ നിന്നിട്ട് അവർക്കൊന്നും സാധിക്കാനില്ല. നമ്മുടെ ഈ പ്രാവശ്യം ഡെവലപ്മെന്റ് പൊളിറ്റിക്സും വെൽഫെയറും പറയാണ്ട് CAA മാത്രം പറഞ്ഞതാണോ നമുക്ക് തെറ്റുപറ്റിയത്? ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റിന് പോയപ്പോൾ അതല്ല, CAA അല്ലേ, CAAയും വലിയൊരു കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, പലസ്തീൻ. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പണ്ടും പറഞ്ഞിട്ടില്ലേ. ഇതെന്താ പറയാത്തത്? നമ്മൾ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ദേശീയ ഇലക്ഷന് ചർച്ച ചെയ്യാറുണ്ട്, ചിലപ്പോൾ സ്റ്റേറ്റിൽ പോലും ചർച്ച ചെയ്യും. മറ്റേ അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാഖിലെ ഇഷ്യൂ വന്നപ്പോൾ EMS ഇലക്ഷൻ കാലത്ത് സംസാരിച്ചല്ലേ, അത് നമ്മൾ ജയിച്ചല്ലോ, വലിയ ഭൂരിപക്ഷമല്ലേ കിട്ടി. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു അത് മുസ്ലിങ്ങളെല്ലാം കൂടെ മാറി വോട്ട് ചെയ്തതാണ്, സദ്ദാം ഹുസൈനെ പിന്തുണയ്ക്കുക. അത് അന്നത്തെ ഇൻ്റർനാഷണൽ സിറ്റുവേഷനിൽ നമ്മുടെ നിലപാടത്. അമേരിക്കയാണ് എതിർക്കുന്നത്. സദ്ദാം ഹുസൈൻ അത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ കൊന്നിരുന്നു, അതിന് മുമ്പ് ആ പാർട്ടിയെ നിരോധിച്ചിരുന്നു. പക്ഷേ സദ്ദാം ഹുസൈൻ അന്ന് അമേരിക്കയുടെ കൂടെ ആയിരുന്നു. അമേരിക്കയെ വെല്ലുവിളിച്ചപ്പോഴാണ് അമേരിക്ക അവരെ നശിപ്പിച്ചത്. ഈ സാമ്രാജ്യത്തിൻ്റെ ഈ 2 റോളുമാണ് ഞങ്ങൾ പറഞ്ഞത്. അന്നതൊക്കെ പറയാൻ ആളുണ്ട്, അതിൻ്റെ കാര്യകാരണ സഹിതം അടക്കം പറയും. ഇത് മുകളിൽ 2-3 നേതാക്കന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് ഫലപ്രദമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എല്ലാവർക്കും കഴിയുന്നു എന്നൊക്കെ അവിടെ സംശയമുണ്ട്. എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെ അറിയാം? പറയുന്നതൊക്കെ വളരെ പ്രധാനമല്ലേ. പൗരത്വ ബില്ല് പാർട്ടിയുടെ നയമാണ്, അത് പറയണ്ടേ. ദേശീയ ഇലക്ഷനല്ലേ. പിന്നെ അത് പിന്നെ ഉള്ളത് ഈ പറയുന്ന ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ
എന്താ പറയുക പലസ്തീൻ പറയണ്ടേ? പലസ്തീൻ പറയണമല്ലോ, എന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. പലസ്തീനെ എന്നും സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒന്നായിരുന്നപ്പോഴും ഇപ്പോൾ 2 കമ്മ്യൂണിസ്റ്റ്. അതൊക്കെ നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണലിസം എവിടെ? നമ്മുടെ പാർട്ടിയുടെ ഭരണഘടനയിലും പരിപാടിയിലും പറയുന്ന ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് എവിടെ? മാർക്സ് പറഞ്ഞിട്ടില്ലേ മാനു, നമ്മൾ ദേശീയവാദികൾ മാത്രമല്ല, അന്തർദേശീയവാദികൾ കൂടിയാണ്. അതാണ് സർവ്വരാജ്യങ്ങളിലുമുള്ള തൊഴിലാളികളെ സംഘടിക്കാൻ പറഞ്ഞത്. അല്ല ഇംഗ്ലണ്ടിലെയോ ജർമ്മനിയിലെയോ ആളിനോട് മാത്രമല്ല പറഞ്ഞത്, ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക്. റവല്യൂഷൻസ് ഇൻ്റർനാഷണൽ പ്രോസസ്സ്. അത് ഓരോ രാജ്യത്തും പ്രത്യേകം നടത്താം. അത് ലെനിനാണ് കൊണ്ടുവന്നത് ആ തിയറി. ഒരു രാജ്യത്ത് മാത്രമായിട്ട് നടത്തുക. ഒരു രാജ്യത്ത് മാത്രമായിട്ട് നടത്തിയാൽ അത് മാർക്സിസ്റ്റ് പറയുന്നത് ട്രോസ്കി കയറി ബാധിച്ചു. അങ്ങനെയാണ് ട്രോസ്കി പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയി. ട്രോസ്കി ലൈൻ പത്താകേണ്ടതാണ്. ട്രോസ്കി ലൈൻ അതൊരു എന്താ പറയുന്നത്, ഒരു കറക്റ്റ് റെവല്യൂഷണറി ലൈൻ അല്ലായിരുന്നു. അദ്ദേഹം റഷ്യൻ വിപ്ലവത്തിനോട് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച മഹാനായ ഒരാളാണ്. അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അദ്ദേഹം ട്രോസ്കിസ്റ്റ് പാർട്ടിയിൽ അത് നശിച്ചു പോയല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ടറിയൽ ലൈനായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ആശയ സമരം നടന്നു. അതിൽ കൂടി സ്ഫുടം ചെയ്തെടുത്ത നിലപാടുകൾ മാറ്റമില്ല. ആ നിലപാടാണ് ഇൻ്റർനാഷണലിസം. അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് ഹിന്ദു വർഗീയതയാണ്. ഹിന്ദു വർഗീയത നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. ആ ഹിന്ദു വർഗീയതയിൽ ആകർഷകരായ ബുദ്ധിജീവികളടക്കം ഇത് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണ്. മുസ്ലിങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? മോഡിക്ക് ഇത്തവണ പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് മുസ്ലിങ്ങൾക്കെതിരെ കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു മാസത്തോളം ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യാവോ? ഏതെങ്കിലും പ്രൈം മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്? വാജ്പേയി പോലും ചെയ്തിട്ടുണ്ടല്ലോ. അഹങ്കാരമല്ലേ കാണിച്ചത്? താനെന്തോ ആണ്, താൻ ദൈവം വരെയാണ്. എന്തോ ഒരു വടിയും പിടിച്ച് പാർലമെൻറ്റിൽ കൊണ്ടാ വടി വെച്ചതാ ഞാൻ വരുന്ന വരവ് കാണണം അല്ലേ? നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ പൂജിച്ചു കൊണ്ടുവരുന്ന പോലെ. എന്താ ഭരണഘടനാ വടി എന്ത് വരുന്നത്? അതുകൊണ്ട് ചെങ്കോലുണ്ടോ? ഡെമോക്രസി ചെങ്കോലുണ്ടോ? അത് സാധാരണ രാജാവിന് പോലും ചെങ്കോലില്ല. മഹാരാജാവിനാണ് ചെങ്കോലുള്ളത്. നാട്ടുരാജാവിന് ചെങ്കോലൊന്നും ആരും പറയത്തില്ല. അപ്പോൾ രാജവാഴ്ചയുടെ നഷ്ടപ്പെട്ട ഫ്യൂഡൽ സമ്പ്രദായങ്ങളുടെ ആരാധകനാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹം ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത്. അവിടെ കൊണ്ടുവച്ചു പാർലമെൻറ്റിനകത്ത്. അതിനോട് യോജിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നവരല്ല. പാർട്ടി ചെറുതോ വലുതോ എന്നല്ല, അല്ലെങ്കിൽ അംഗസംഖ്യയിൽ കുറവാണോ കൂടുതലെന്നല്ല. എന്തുകൊണ്ട് നിരവധി പാർട്ടികൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു? ഒരു സമൂഹത്തിൽ നിരവധി കൊച്ചു കൊച്ചു പാർട്ടി എന്തുകൊണ്ട് ഇത്രയും പാർട്ടി എന്തിനാണ്? കേരള കോൺഗ്രസിന് 6-7 ഉണ്ട്. അതിനെപ്പറ്റി ലെൻ പറഞ്ഞു, ഒരു പാർട്ടി ഒരു ഐഡിയോളജിയാണ്. ഈ സമൂഹത്തിൽ ഇത്രയും ഐഡിയോളജി ഉണ്ട്. അതാണത് പാർട്ടിയായിട്ട് വരുന്നത്. വലതുപക്ഷത്ത് തന്നെ പല പല റേഞ്ചിലുള്ള ഐഡിയോളജിയാണ്. അതെല്ലാം വലതുപക്ഷമാണെങ്കിൽ അതെല്ലാം പല പല റേഞ്ച്. ലെഫ്റ്റിനകത്തും പല പല റേഞ്ചിലാണ്. അതെല്ലാം ഓരോ പാർട്ടിയായിട്ട് വരുന്നു. അപ്പോൾ പാർട്ടിയുടെ ബാഹല്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചീള് ആശയങ്ങളുള്ളത് കൊണ്ടാണ്. ആ ആശയമുള്ളവർ അതിന് വോട്ട് കൊടുക്കുന്നത് കുറവായിരിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ഈ പാർലമെൻറ്റിൽ എല്ലാവരും മോഡിയുടെ ഈ ചെങ്കോലുകാരാണോ? അല്ലല്ലോ. പ്രതിപക്ഷം അതിനോട് യോജിച്ചല്ലോ. ചെയ്യാവോ? അദ്ദേഹം എന്താ പാർലമെൻറ്റ് അമ്പലാക്കാൻ പോയി? അതൊക്കെ അതിനെ ഒന്നും നമുക്ക് മുതലെടുക്കാൻ പറ്റിയില്ല വേണ്ടത്ര. ഒരു പരിധിയോളം കഴിഞ്ഞു. കാരണം 3-2 ഭൂരിപക്ഷം പോയില്ലേ. 400 കിട്ടിയില്ലെന്ന് മാത്രമല്ല 3-2 പോയി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായില്ല. ഇതിനേക്കാളൊരു നാണക്കേട് മോഡി. പക്ഷേ എന്തെങ്കിലും മുഖത്തൊരു ഭാവമുണ്ടോ? അപ്പോൾ നാണക്കേടുണ്ടായാലും ഭാവിക്കാത്ത ഒരു തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിജയിക്കാൻ പോണില്ല. അടുത്തവണ അധികാരത്തിൽ വരുന്ന കാര്യം സംശയം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രാജ്യത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രദേശങ്ങൾ വ്യാപിച്ചെന്നുള്ളത് ശരിയാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ആഴം നികന്നു പോയി. ഇതാണ് UP. പഞ്ചാബിലൊന്നുമില്ല. പഞ്ചാബിലൊരു സീറ്റും ഇല്ല. ആ AAPയിലെ ഈ കേജ്രിവാളിൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണ് ഒരു സീറ്റൊക്കെ കിട്ടാത്തത്. എടുത്തിയാട്ടല്ലേ? അയാളൊന്നും അയാളും അങ്ങേയറ്റ അന്ധവിശ്വാസിയല്ലേ? എപ്പോഴും വേണം ഹനുമാൻ കോവിലെ കൂടുന്ന എന്തിനാ? ഇദ്ദേഹം രാമക്ഷേത്രത്തിൽ പോകുമ്പോൾ ഹനുമാൻ കോവിൽ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പീപ്പിൾ? രണ്ടുപേരും അന്ധവിശ്വാസികളും കടുത്ത വലതുപക്ഷക്കാരുമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു നാമ്പ് മുളയ്ക്കാനാണ് സമ്മതിക്കത്തില്ല ഡൽഹിയിൽ. ആരെയും കേജ്രിവാൾ നമുക്കെന്ത് സഹായം? പിന്നെ ഇന്നത്തെ സ്ഥിതിയിൽ BJP എതിർക്കുമ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാവരും അടിയന്തരാവസ്ഥ നമ്മൾ കൂട്ടിയില്ലേ? ആ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ അവിടെ ഒന്നും കിട്ടിയില്ല. അത് BJP കൊണ്ടുപോയി. പക്ഷേ പഞ്ചാബിലും ഹരിയാനയിലും കിട്ടിയില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സുരേഷ് ഗോപി ഒരു സീറ്റ്
അവിടെ കിട്ടി. അതുകൊണ്ടെന്താ, ഒരു സീറ്റ് കിട്ടിയപ്പോൾ അതൊരു വലിയ ആഘോഷമല്ലേ നടത്തുന്നത്. അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യം എന്താ? എന്തൊരു വലിയ സംഭവമായിട്ട് അവർ ആഘോഷിക്കാം. കാരണം അവർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. ദാഹിച്ച് വലഞ്ഞിരിക്കുന്നതിനാണ് കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. BJPക്ക് എന്താ സന്തോഷിക്കാനുള്ളത്? പറയൂ. സീറ്റ് പോയില്ലേ ഇവിടെ? ബംഗാളിൽ സീറ്റ് കുറഞ്ഞല്ലേ? 17 സീറ്റ് 12 ആയില്ലേ? മമതയെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുസ്ലിം 18 കോടിയോ 20 കോടിയോ ജനങ്ങൾ, ഒരു 10-16 കോടി മുസ്ലിം വോട്ടേഴ്സ്, ഒറ്റ വോട്ട് BJPക്ക് കിട്ടിയില്ല. 16 കോടി വോട്ട് വേണ്ടെന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? അവർ മാനം മര്യാദയ്ക്ക് അവരുടെ ഹിന്ദു വർഗീയതയൊക്കെ കരമൊക്കെ കുറച്ച് RSSുമായിട്ടുള്ള എന്താ, ഞങ്ങൾ RSSൻ്റെ പ്രോഡക്റ്റാണ് എന്നൊക്കെയുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് ഭരണഘടന അനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലോ? അത് ചെയ്തില്ലല്ലോ. കിട്ടിയ അവസരങ്ങളൊന്നും ചെയ്തില്ല. എന്തെങ്കിലും സ്റ്റഡി ചെയ്യുന്നുണ്ടോ മോഡി? ഇപ്പം കേരളത്തിൽ നമ്മൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു. ഈ രാജ്യത്തെ കർഷക തൊഴിലാളിക്ക്, ദരിദ്ര കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നയാൾ ചിന്തിക്കാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്ത? പറ്റുമോ? തൊഴിലില്ലായ്മ അതിനെ ഇന്ന മുഴുവൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പറ, ഇവിടെ കൊടുത്തില്ലേ? മറ്റു സ്റ്റേറ്റിലൊന്നും കൊടുത്താൽ ഇവിടെ കൊടുത്തില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും സോഷ്യൽ ബെനിഫിറ്റുള്ള ഇത്തരമുള്ള മഹത്തായ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പരിപാടി നടപ്പാക്കിയില്ല. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതാനുയായികളാണ് അയാൾക്ക് വോട്ട് ചെയ്തവരിൽ എതിരായി വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം. അയാൾക്ക് വോട്ട് ചെയ്തതല്ല, ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളും ചില പാർട്ടിക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തി മോഡി അധികാരത്തിൽ താഴെ ഇറക്കാനുള്ള സുവർണാവസരമായി തവണ ആ സുവർണാവസരം സാക്ഷാത്കരിക്കുന്നതിൽ കുറച്ച് താഴെ പോയി. മുന്നോട്ട് വന്നു, കോൺഗ്രസ് കുറച്ച് വന്നില്ലെന്നൊന്നും പറയുന്നില്ല. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഈഴവ സമുദായം മാറി ചിന്തിക്കുന്ന ഒരു പലയിടത്തും ട്രെൻഡ് പലയിടത്തും. ഈഴവ സമുദായം മൊത്തം മാറിയിട്ടൊന്നുമില്ല. അവർക്ക് മജോറിറ്റിയുള്ള കുറേ മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി BJPയിലേക്ക് മാറിയല്ലോ. വെള്ളാപ്പള്ളിയുടെ മകൻ വെള്ളാപ്പള്ളിയുടെ മകൻ പറഞ്ഞ ഉടനെ ഈഴവരില്ല. മകനാണ് എന്നെ BD ചെയ്ത് കേരളം ഭരിച്ചതന്നെ. അതല്ല, അവിടെ അദ്ദേഹത്തിന് അത്ര കിട്ടി. ഉദ്ദേശിച്ച വോട്ടൊന്നും അവിടെ കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുപോലെ അല്ല, ഇവരൊരു ഈഴവ സ്ത്രീയാണെന്നൊരു ക്യാമ്പയിൻ നടന്നല്ലോ. ആരെ വ്യാപകമായി നടന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പണ്ട് SRP ഒക്കെ ഉണ്ടാക്കി പൊളിഞ്ഞു പോയെങ്കിൽ കുറച്ച് കാലം കുറച്ച് നിന്നില്ലേ. അവർ മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി മന്ത്രിയല്ല, ശ്രീനിവാസൻ മന്ത്രിയല്ലായിരുന്നു. CPM വോട്ട് കുറഞ്ഞ ഒരു ഇലക്ഷനല്ലേ മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ കാലത്ത്, 79 മുതൽ 79 വരെ. അതെല്ലാം പിന്നെ തിരിച്ചു വന്നല്ലോ. അങ്ങനെയല്ലേ വോട്ട് മാറിയതല്ല. അത് ഈഴവരൊന്നും കംപ്ലീറ്റ് പോയിട്ടൊന്നുമില്ല, അങ്ങനെ പോത്തുമില്ല, പോകാൻ സാധ്യതയില്ല. എന്നാലും ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം EMSൻ്റെ ഇലക്ഷൻ ഒരു പൊതു വിഷയം. ഇത് നമ്മുടേതെന്നും ഇത് അവരുടേതെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആരും ആരുടേതുമല്ല. ബേസിക്കായുള്ള ഒരു കോറൊഴിച്ചാൽ ബാക്കിയെല്ലാം ജനങ്ങൾ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ സഹകരണം ഇവിടെ അവിടെ കയറണ്ട എന്ന് പറയുന്നൊരു കാലം അതിപ്പോൾ ഇല്ല. എല്ലാ വീട്ടിലും കയറണം. ആ വീട്ടിൽ പുതിയ മെമ്പർമാർ കാണും, അതറിയാം, പുതിയ തലമുറ കാണത്തില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കാര്യമായിട്ട് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒപ്പിയെടുത്താൽ, അതായത് വെള്ളത്തിൽ മത്സ്യങ്ങളെ പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാവോ പറഞ്ഞല്ലോ. വെള്ളത്തിൽ നിന്ന് വെളിയിലെടുത്തിട്ട് ചത്തുപോകും. അപ്പം ജനങ്ങളാകുന്ന ഈ സമുദ്രം അല്ലെങ്കിൽ വെള്ളത്തിലെ മത്സ്യങ്ങളെ പോലുള്ള പ്രവർത്തകരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ജനങ്ങളിൽ നിന്ന് ഔട്ടായി ചത്തുപോകും, നശിച്ചുപോകും. ഇതൊക്കെ പണ്ട് വിദ്യാർത്ഥി ജീവിതം മുതലേ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ക്ലാസ്സൊക്കെ വന്നെടുക്കും ഓരോരുത്തരും. ചാത്തുണ്ണി മാസ്റ്ററെ, ഉത്തരത്ത് നാരായണൻ, പിന്നെ നമ്മുടെ CH കണാരൻ, EMS, ഇങ്ങനെ ഒരുപാട് ഉന്നത നേതാക്കന്മാർ ക്ലാസ് എടുക്കുമായിരുന്നു. വിദ്യാർത്ഥി ക്യാമ്പിന്, യുവജന ക്യാമ്പിനും, ട്രേഡ് യൂണിയൻ ക്യാമ്പിനും, തൊഴിലാളി ക്യാമ്പിനും എല്ലാം. അപ്പം ഞങ്ങളൊക്കെ അത് പൂർണ്ണമായും മനസ്സിലായില്ല. ഇനി ഞാനിപ്പോൾ ഇതെങ്ങനെ സംസാരിക്കും ഇത്രയും കാര്യമാണ്. എനിക്കത് പുസ്തകം നോക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ 10-22 വർഷമായി പറഞ്ഞ് പാർട്ടിക്കകത്തും പറഞ്ഞ് നമുക്കങ്ങ് ഹൃദയസ്ഥായി. നമ്മുടെ മനസ്സ് വേറെ ഒന്നുമില്ല, ഇതാ ഇങ്ങനെ വരത്തുള്ളൂ, ഇതിങ്ങനെ വരും. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കേഡർമാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ അധികം ഉണ്ട്.
അതിനേക്കാൾ കൂടുതൽ കേഡർമാരിപ്പോൾ ഉണ്ടെങ്കിലും ആ കേഡർമാരെ ഇത് എൻട്രൻസ് ചെയ്യണം. ഇതുകൊണ്ട് അവർ സ്വയം പഠിക്കണം, അവരെ പഠിപ്പിക്കാൻ അറിയാവുന്നവരുമായിരിക്കണം. ഇതെല്ലാം കുറച്ച് ഇതിലെല്ലാം ഒരു 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 പരിശോധന നടത്തി ഒരു തിരുത്തുന്ന നടപടി കൊണ്ടൊന്നും കാര്യമില്ല. നടപടി അത്ര ഗുരുതരമായ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പർഹിക്കാത്ത വല്ല കുറ്റം ചെയ്താൽ നടപടി, അല്ലെങ്കിൽ ഇതൊക്കെ തിരുത്തലാണ്. അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ മതി, ഇതാണ് ശരിയെന്ന് പറയാം. അതുകൊണ്ട് എല്ലാവരും അടങ്ങും, അടങ്ങാത്തവരാരുമില്ല. ആ തരത്തിലെല്ലാം തിരുത്തി കൊണ്ടുവരാൻ കഴിയുന്നത് എൻ്റെ പൂർണ്ണ വിശ്വാസം. മനോജ് ചോദിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചോദിക്കട്ടെ. ആ താങ്കളുടെ അഭിപ്രായത്തില് കേരളത്തിൽ ഇപ്പോൾ എക്സ്ട്രീം റൈറ്റ് വിങ് വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വോട്ട് പെർസെന്റേജ് ഏതാണ്ട് 19 സംതിങ് ആയി, അതായത് 20% എത്തി. അതായത് വലിയ ഇൻക്രീസ് ആണ്. ഏതാണ്ട് 5% ഇൻക്രീസ് NDA ഉണ്ടായിരുന്നു. എന്താണ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം, എക്സ്ട്രീം വലതുപക്ഷ രാഷ്ട്രീയം, സംഘപരിവാർ രാഷ്ട്രീയം ഇത്രയേറെ ശക്തി പ്രാപിക്കാനുള്ള പ്രൈമറി റീസൺ എന്താണ്? പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദൗർബല്യം. കോൺഗ്രസ് ആയിരുന്നു വലതുപക്ഷ ശക്തികളുടെ കേന്ദ്രം ഒരു കാലം വരെ. BJP 2000 വോട്ട് 3000 വോട്ട് 4000 വോട്ട് കിട്ടിയാലും എല്ലാതൊന്നും മത്സരിക്കാത്ത ഇതായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് ഒഴുകി മാറി. 35% വോട്ടുണ്ടായ കോൺഗ്രസിനിപ്പോൾ 20-15 കിടക്കുന്നത് പോയി. CPM-ന് എന്താ പറയുക, വോട്ട് ചെയ്തിരുന്ന പാർട്ടിയുടെ ബേസിക് വോട്ടർമാരില്ലാത്ത നമുക്ക് വോട്ട് ചെയ്യണം വലിയ അനുഭാവികളൊന്നും ഉണ്ടായിരുന്നു. അവരിലൊരു ചെറിയ ഭാഗം കൂടെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കാതാണ് നടത്തിയത്. ഈ മാറ്റം ആർക്കും മനസ്സിലായില്ല. 77 സംഭവിച്ചതാണ്. 77 മൊത്തം ഞങ്ങളൊക്കെ തോറ്റില്ലയോ? എല്ലായിടത്തും ജയിക്കുമെന്നാണ് അന്നത്തെ കണക്ക്. എനിക്ക് ഓർമ്മയുണ്ട്. ഒരിടത്തും ജയിച്ചില്ല, പാർലമെൻറ്റും പോയി, പലയിടത്തും തോറ്റുകൂടെ. അപ്പോൾ അന്നും ഇതുപോലെ വേണ്ടത്ര മനസ്സിലായില്ല. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയത് നമ്മളല്ലേ. ഇന്ത്യ മൊത്തം കോൺഗ്രസിനെ തള്ളി, പക്ഷേ ഇവിടെ മാത്രം കൊണ്ടു, അതും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചില സന്നിഗ്ധാവസ്ഥകൾ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടായതാണ്. നമുക്ക് കോൺഗ്രസിനെ മാത്രം ബ്ലെയിം ചെയ്ത് എങ്ങനെ രക്ഷപ്പെടാനാകും? കോൺഗ്രസിൻ്റെ വോട്ടാണ് ഈ മാറിയത്. കോൺഗ്രസിന്റെ വോട്ട് മാത്രമല്ല, നമ്മുടെ വോട്ട് കുറച്ച് മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ 1% കഴിഞ്ഞ തവണത്തേക്കാൾ 1% മാറി, അത് പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞു, പറയാതിരുന്നില്ല. പക്ഷേ 50% വോട്ട് ലെഫ്റ്റിനും കേരളത്തിൽ കിട്ടിയില്ല ഇതുവരെ. 47% ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റുള്ളത്. 39% ഉള്ളൂ കോൺഗ്രസ്. അവരെക്കാൾ 8% കൂടുതൽ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ആ വ്യത്യാസം മാറി. അത് പാർലമെൻറ്റ് കഴിഞ്ഞ തവണയും മാറി, അവർക്കായിരുന്നു വോട്ട് കൂടുതൽ. പലപ്പോഴും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് CPIM തകരുകയാണെന്നുള്ള തെറ്റായ ഒരു എക്സ്പോസിഷൻ മുന്നോട്ട് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. തകരാൻ പറ്റത്തില്ല. ഇതങ്ങനെ തകരുന്നതല്ല ഇവിടെ. അതാ എബ് ആൻഡ് ഫ്ലോയാണ് വരുന്നത്. കയറി വരുന്നു, ഫ്ലോ ചെയ്ത് പോകുന്നു. അത് സംഭവിക്കുന്നുണ്ട്. എബ് ആൻഡ് ഫ്ലോ, തിരമാല പോലെ. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വോട്ടർമാരും ഒരുപോലെ എല്ലാ കാലത്തും നമ്മുടെ കൂടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. അതാണ് EMSൻ്റെ ഞാൻ പറഞ്ഞത്. വോട്ടർമാരിൽ ഒരു ഭാഗത്തിൽ മാറ്റം വരാം, അപ്പുറത്തോടെ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് അങ്ങോട്ട് പോകാം. സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു വിഭാഗം വോട്ടർമാർ അത് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. വലിയ കുഴപ്പമൊന്നും കോൺഗ്രസിൻ്റെയും ബേസിക്കായിട്ടുള്ളത് പോയിട്ടില്ല, ഇവിടെയും പോയിട്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരുപാട് ഫ്ലക്ച്വേറ്റിംഗ് കൊണ്ട് നേരത്തെ തന്നെ പോയി. അത് BJPയിലേക്ക് പോയി. ലേശമൊക്കെ ഞങ്ങളുടെയും പോയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാലും സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ സമ്മതിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഒരു അസംബ്ലി മണ്ഡലത്തിലാണ് ഒന്നാമതെത്താനായത്. ഇത്തവണ 11 അസംബ്ലി മണ്ഡലത്തിൽ ഒന്നാമതെത്താനും 9 രണ്ടാമതെത്താനും തൃശ്ശൂര് പിടിക്കുന്നത്. തിരുവനന്തപുരത്ത് കൺസിസ്റ്റന്റ് ആയി ക്ലോസ് സെക്കൻഡ് ആകുന്നു. ആറ്റിങ്ങൽ ക്ലോസ് തേർഡ് ആകുന്നു. 16,000 ഡിഫറൻസ്. അതായത് മൈനോറിറ്റീസും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. മൈനോറിറ്റീസിനിടയിലേക്ക് BJP ആരൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു, ഉറപ്പൊന്നുമില്ല. അല്ലെ, തൃശ്ശൂരൊക്കെ മൈനോറിറ്റീസ് വോട്ട് ചെയ്തല്ലേ? അത് ഗോപിയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നല്ലോ, പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവരുടെ പള്ളിയിൽ കൊണ്ടുപോയി കുരിശ് കൊടുത്ത്, അങ്ങനെ കുറേ കാലമായി പുള്ളി അവരുടെ ഇടയിൽ ഇറങ്ങിയിരുന്നു. അതൊരു സ്പെഷ്യൽ കേസാണ്, അല്ലാതെ ജനറൽ കേസല്ല. അവർക്ക് 19% വോട്ട് വർദ്ധിച്ചപ്പോഴാണ് ഈ സ്ഥാനങ്ങളൊക്കെ വന്നത്. 6-7% വോട്ട് വരുമ്പോൾ 15 സീറ്റുകളിൽ അവർ മുമ്പിലോ 7-8 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്നുള്ളത് ശരിയാണ്. ഇതല്ലേ, വോട്ട് വന്നിട്ടില്ലേ? അതാണ് ഇതിന് കാരണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയിട്ടുള്ള കുറവുകൾ കാണാതിരിക്കലല്ല, അതുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് പറയാം. പക്ഷെ അത് തിരുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം
ഇപ്പോഴും അന്തരീക്ഷം സെക്കുലറാണ്. 79% ജനങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്തത് സെക്കുലറാണ്. കോൺഗ്രസ് സെക്കുലർ പാർട്ടിയാണല്ലോ, അല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്കും LDFിനോട് ചെയ്തില്ലേ? ഇവർക്ക് 19 ഉള്ളൂ. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായ ശേഷവും അതാണ് പറഞ്ഞത്. UP അവിടെ വോട്ട് പോയില്ലേ? അവിടെ മെജോറിറ്റി വലിയ ഹിന്ദു മേഖലയല്ലേ അവിടെ. പക്ഷേ ഈ ശ്രീരാമക്ഷേത്രം പണിഞ്ഞുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല, അവിടെ പോയല്ലോ. അതിനെപ്പറ്റി മോഡിക്ക് എന്താ പറയാനുള്ളത്? ഇയാൾ വടി എല്ലായിടത്തും കൊണ്ടുവച്ചില്ലേ? എന്ത് പ്രയോജനം? പുള്ളിയുടെ പൊളിറ്റിക്സ് മുഴുവൻ പരാജയപ്പെട്ടു, പുള്ളിയുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇത്തവണ പ്രൈം മിനിസ്റ്റർ ആകാൻ പാടില്ല. അങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു മാറി നിൽക്കുമെന്നാണ്. മാറി നിന്നിട്ട് വേറൊരാളെ വെക്കും. ഞാനിപ്പോൾ മാറി നിൽക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ 400 അപ്പുറം കടന്നില്ല, ഉള്ള 3-2 പോയി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞടത്ത് പോയി, ആ പണിഞ്ഞത് അനാവശ്യമായിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചത് ഇപ്പോഴും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഇതെല്ലാം വസ്തുതകളല്ലേ? എവിടെയാണ് ജയിച്ചത്? തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല. കുറച്ച് സീറ്റ് കൂടി കാണും, അല്ല വോട്ട് കൂടി കാണും, സീറ്റ് കിട്ടിയില്ലല്ലോ. ഇവിടെ സുരേഷ് ഗോപി എന്ന ഒരു സ്പെഷ്യാലിറ്റി ജയിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ല വേറൊന്നും ഇവിടെ സംഭവിച്ചില്ല. കുറച്ച് വോട്ട് കൂടി ഇല്ലേ? ശോഭാ സുരേന്ദ്രൻ, എനിക്ക് വ്യക്തിപരമായിട്ട് അവരറിയാം, എനിക്ക് ബഹുമാനമുള്ള, അതല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും പ്രശ്നമില്ല, ആക്ഷേപിച്ചൊന്നും ഞാൻ പറയാറുമില്ല. അവരെന്നെ അനുമോദിച്ചൊരു പോസ്റ്റ് ഇട്ടു, ഞാൻ ആരെങ്കിലും ചെയ്യാവോ അവർ? ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂ മൊത്തം ഇവർക്കെതിരായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത് അവരുടെ സെൻട്രൽ കമ്മിറ്റിക്ക്, അവരുടെ കമ്മിറ്റി ഉണ്ട് നാഷണൽ ലെവലിൽ, തയ്ച്ചു കൊടുത്തരുമെന്ന് അവനെ പറയും. മോഡിയെ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന് ഞാൻ വിളിച്ചു. 400 അഹങ്കാരമാണ്, പ്രതിപക്ഷം വേണ്ട എന്നുള്ള സ്വഭാവമാണത്. ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഒറ്റയ്ക്കും ഭൂരിപക്ഷമില്ല, 3-2 ഭൂരിപക്ഷമില്ല. 5 വർഷം ഗവൺമെൻറ് നിൽക്കുമെന്ന് ഉറപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്നില്ല. ഒരു ഭരണഘടന പിന്നെ ചിന്തിക്കുക പോലും വേണ്ട. ഒന്നും നടക്കത്തില്ല ഈ പറയുന്ന ഒന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെന്നെ അനുമോദിച്ചിരിക്കുക. അല്ല, ഗൗരവമുള്ള കാര്യമല്ല. അവരിവിടെ മത്സരിച്ചവരാണ്, വലിയ നേതാവല്ലേ. അവരെൻ്റെ പോസ്റ്റ് നോക്കണം, എന്നെ അനുമോദിച്ചാൽ ഉടനെ അത് വെച്ചിട്ട് കുറേ പേര് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാറേ, ഇതാണ് ഇവിടെ കിടക്കുന്നത്. യഥാർത്ഥത്തിലേക്ക് വരുന്നില്ല. ഞാൻ എത്ര കറക്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും സമയമുണ്ട് കണ്ടു വായിച്ചവരെല്ലാം അഭിനന്ദനം. ഞാൻ ചരിത്രപരമായ അനലിറ്റിക്കലായിട്ട് ആരും പറയാറില്ല. ഈ 50% അതിലേറെ വോട്ട് കിട്ടിയ ഒരു പാർട്ടിയോ മുന്നണിയോ ഇന്ത്യയെ ഭരിച്ചിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് ഒരുപാട് സാധാരണക്കാർ വിളിച്ചു പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്. കാരണം അതാണ് വസ്തുത. ആരും ഭരിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയില്ലാത്ത പാർട്ടികൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞത്, ഒരു സിംഹം ഇത്ര കഴുതകളെ നയിക്കുന്നതാണ് മറ്റൊന്നിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞത്. നാഷണൽ ഉള്ളത് പിണറായിയെ പറ്റി അത് പറയാമോ? അല്ല, എനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? എൻ്റെ അഭിപ്രായമല്ലേ കൊടുക്കേണ്ടത്? എൻ്റെ അഭിപ്രായം എനിക്ക് പത്രസമ്മേളനം നടത്തി അവർ കൊടുക്കേണ്ടി വരും. ശരിയാണോ ഇതൊക്കെ? ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ആൻറ്റി സോഷ്യലായിട്ടുള്ളതും സോഷ്യൽ 2 ആസ്പെക്റ്റുമുള്ള ഈ സാധനം ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ക്രിമിനലിസം വളർത്തുകയാണ്. പൊളിറ്റിക്കൽ ക്രിമിനലിസം ഈസ് ഡോമിനേറ്റിംഗ് ഓൺ ദ ഫേസ്ബുക്ക് പേജ്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് രാഷ്ട്രീയത്തിൽ ആലപ്പുഴയിലൊക്കെ വളരെ കൊമിഞ്ഞ് കിടക്കുക. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു പത്രക്കാരൻ ഇതും CPM മാത്രമല്ല, എല്ലാവിധ പാർട്ടികളിലും താഴത്തെ ലെവലുകളിലെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുക, പൈസ കണ്ടിക്കുക, മറ്റേത് കാണിക്കുക, വൃത്തികേട് കാണിക്കുക, എന്നിട്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് കിടക്കുക. അവരുടെ എണ്ണം കൂടുന്നു. ഇത് പറഞ്ഞവനാണ് ഞാൻ, മനസ്സിലായില്ലേ? അത് ഞാൻ എപ്പോഴും പറയുന്നു. അവർ പത്രക്കാരുടെ ഇടയിലുമുണ്ട്. അപ്പം ഞാൻ തെറ്റായി പറയുന്ന ആളല്ല. രാഹുൽ ഗാന്ധി കളയും. പുള്ളിക്കാരേക്ക് തോളി ചാടാതിരിക്കാൻ പറ്റും. എപ്പോൾ നോക്കിയാൽ ഒരാളുടെ തോളി ചാടിയിരിക്കും. ഓരോ ആരോപണങ്ങൾ വെറുതെ അങ്ങ് പറയുക. അത് ദേശീയ ക്യാമ്പയിൻ ആക്കത്തില്ല, അതിൻ്റെ പുറകെ പോകില്ല. ഇതൊന്നും ശരിയല്ല. ചരിത്രത്തിൽ നിന്നൊന്നും രാഹുൽ ഗാന്ധി പഠിക്കത്തില്ല. ആ ഫാമിലിയാണ് എല്ലാവരും ഇപ്പോഴും കാണുന്നത്. ഇതൊക്കെ തെറ്റല്ലേ? കാലം കഴിഞ്ഞല്ലേ? ആ ഫാമിലിയാണോ കാണണ്ടേ? അവരെല്ലാവരും പക്വതയുള്ള സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആവട്ടെ. കോൺഗ്രസ് ഇപ്പോൾ CPM രാജ്യത്താകെ സംവിധാനം ഇല്ലല്ലോ, കുറേ സ്റ്റേറ്റിലല്ലേ. അവർ വരുന്നത് നമുക്ക് ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ വരുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ സ്റ്റഡി ചെയ്ത് ഇപ്പോഴത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ വസ്തുത പറയുന്നത് അവർ അംഗീകരിക്കത്തുള്ളൂ. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. വസ്തുത നമ്മൾ പറയണം. അതിന് ബൗദ്ധികമായൊരു അടിത്തറ ഉണ്ടാവണം, അതിനൊരു നല്ല ഇൻ്റലക്ച്വൽ ലെവൽ ഉണ്ടാവണം, ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാവണം. അത് സത്യമായിരിക്കണം.
നാടിനും ഗുണം, ഇതൊക്കെ പറഞ്ഞാലാണ് ആ ചെറുപ്പക്കാർ. കാരണം അവരെ പുതിയ വിദ്യാഭ്യാസമോ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ ഒരു സാങ്കേതിക വിപ്ലവത്തിലൂടെ പോകല്ലേ രാജ്യം മുമ്പോട്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അവർ മാത്രമല്ല, അടിസ്ഥാനവർഗവുമായുള്ള ബന്ധം ഒരിക്കലും പോകാനും പാടില്ല. CPM ഈ ചെറുപ്പക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഈ പ്രാവശ്യം പറ്റിയില്ല എന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, CPM-ൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ന്യൂ ജനറേഷനിലേക്ക് എത്താൻ പറ്റിയില്ല. അല്ല, CPM 3-4 സ്റ്റേറ്റിലല്ലേ ഉള്ളൂ. BJP വന്നാൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ലല്ലോ. ആകെ ഇവിടെ സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലല്ലോ. ഞാനതല്ല പറഞ്ഞത്, രാജ്യത്തിൻ്റെ സ്ഥിതിയാണ് പറഞ്ഞത്. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പറഞ്ഞത്. CPM യുവാക്കൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ CPM-ലായാലും യുവാക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഞാൻ ജനറലായിട്ട് പറയുകയാണ്, CPM-നെ ആട്രിബ്യൂട്ട് ചെയ്തത് അല്ല. മൊത്തത്തിൽ അവർ പല പാർട്ടികളിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പോളിസികളെയും കാര്യങ്ങളെയും റീഫ്രെയിം ചെയ്ത് അവരെയും അടിസ്ഥാന വർഗത്തെ ഒരു കാരണവശാലും ഇവർ മാത്രം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? താഴെയുള്ള തൊഴിലാളിയും കൃഷിക്കാരനും വേണം, അവരുണ്ടാവണം. അവരില്ലെങ്കിൽ ഇവരുണ്ടായിട്ടൊരു കാര്യമില്ല. അവരുടെ അടിസ്ഥാനപരമായ അധ്വാനത്തിൻ്റേതായ ആ ശക്തിയുടെ മുകളിൽ അവരുടെ മക്കളായ പുതിയ തലമുറയുടെ ബൗദ്ധികത കൂടി ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാർ, കേരളത്തിലേക്ക് വന്ന നേരത്തെ സാർ പറഞ്ഞ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ പെൻഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചോദിച്ചാൽ, പാർട്ടി കുറച്ചൊരു ആത്മവിമർശനപരമായി ചിന്തിക്കേണ്ട ഒരു സമയമായോ? എന്തൊക്കെയാണ് ചിന്തിക്കുമെന്ന് മാഷ് പറഞ്ഞു. അതെ അതെ, ആ വാക്ക് തന്നെ പറഞ്ഞു. അതെ അതെ. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്? എന്താണ് പാർട്ടിക്ക് എവിടെയാണ് പിഴച്ചാൽ അത് ചർച്ച ചെയ്യുമ്പോൾ ബോധ്യമാവും. അല്ല, അങ്ങ് ഒരു മുതിർന്ന നേതാവാണ്, അങ്ങ് എങ്ങനെയാണ്? പാർട്ടിക്കൊന്നും പിഴച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പിഴയൊന്നും ഉണ്ടായില്ലല്ലോ. വോട്ട് കുറയുകയും കൂടുകയും ചെയ്യുന്ന എന്നത്തെയും പ്രതിഭാസം മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതൊരു പിഴവെന്ന് പറയാൻ പറ്റില്ല. പാർട്ടിയുടെ പരിപാടിയിലോ ഭരണഘടനയിലോ ഒന്നും ഒരു പിഴവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളിൽ പിഴവില്ല, സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനങ്ങളിൽ പിഴവില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ നമ്മുടെ താഴെയുള്ള സംവിധാനം വേണ്ടത്ര തിയറിറ്റിക്കലി എക്വിപ്ഡ് അല്ല എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ബോധ്യപ്പെടുത്തി ചെയ്യാൻ പറ്റും. അതാണ്, അത് തിരുത്തിയാൽ മതി. അവരെ എന്ത് ചെയ്താൽ മതി. മനസ്സിലായി. അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ മനോജ് ആലപ്പുഴയുടെ കാര്യം ചോദിച്ചു. ആലപ്പുഴയിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവരെ ആദ്യം പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ വീണ്ടും ഞാൻ മത്സരിക്കുന്നില്ലാന്ന് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു. അല്ല, ഒരുപക്ഷെ അങ്ങായിരുന്നു. അല്ല, ഞാൻ മത്സരിക്കുന്നില്ലാന്ന് നാസർ എന്നോട് സംസാരിച്ചു ഏപ്രിലാണ്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ഐസക്കിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ഒരു പത്തനംതിട്ട നടത്തി. ഐസക്കിനും അതാരും താല്പര്യമൊന്നാക്കണം. നേരത്തെ പോലെ ഉള്ളി അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അല്ല, പലരും പാർട്ടിക്ക് അകത്ത് നിന്ന് പറയുന്നു ഒരുപക്ഷെ ജി സുധാകരനും തോമസ് ഐസക് ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ആലപ്പുഴയിൽ റിസൾട്ട് കുറച്ചൊന്ന് മാറിയേനെ എന്നങ്ങ്. ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. തോമസ് ഐസക്കിനെ വേണമെങ്കിൽ നോക്കാൻ ഞാൻ പറഞ്ഞു. നോക്കാനേ പറഞ്ഞുള്ളൂ, സജഷൻ. പക്ഷേ അദ്ദേഹത്തെ അവിടെ നിർത്തി. ഐസക് സഖാവിനും അതിൽ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം, എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, അദ്ദേഹം സെക്രട്ടറിയിലും പറഞ്ഞില്ലേ, ഇതെന്നോട് പറയാമല്ലോ. അത് പറയാൻ പറ്റില്ല. ആരും ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്ന് പറയാനേ പറ്റില്ല. കാരണം നിലവിലുള്ള MP അല്ലേ. കഴിഞ്ഞ തവണ ഒരേ ഒരാളല്ലേ ജയിച്ചുള്ളൂ, അല്ലേ? അയാൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൻ്റെ മെജോറിറ്റി ഹിന്ദു വോട്ടാണ്, അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ തവണ ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ ഷാനിമോള ഭൂരിപക്ഷം ബൂത്തിൽ ലീഡ് ചെയ്തത്. നമുക്ക് കുറച്ച് കിട്ടി. ഭൂരിപക്ഷം ബൂത്തുകൾ അവരാ ലീഡ് ചെയ്തത്. ആ, അത് കഴിഞ്ഞ തവണത്തെ വോട്ട് നോക്കി. ഹിന്ദു മേഖലയിലെല്ലാം നായർ, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ ഈഴവ പ്രത്യേകിച്ച് പട്ടികജാതി മേഖലയിലെല്ലാം ആരിഫിനായിരുന്നു കൂടുതൽ വോട്ട്. അങ്ങനെ ജയിച്ചത്, ഘട്ടഘട്ടം എന്നിട്ട് ജയിച്ചു വന്നത്. അതുകൊണ്ട് ആരിഫ് മോശം സ്ഥാനാർത്ഥിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. VS എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്? VS നല്ല മുഖ്യമന്ത്രിയായിരുന്നു. അതൊന്നും ഇടപെടത്തില്ല, വകുപ്പുകളൊന്നും ഇടപെടത്തില്ല. അല്ല, അങ്ങനല്ല. ക്യാബിനറ്റൊക്കെ സ്മൂത്തായിട്ടാണ്. അല്ല, അദ്ദേഹം ഒന്നിനും ഇടപെടത്തില്ല, ഒരു വകുപ്പിലും കയറി ഇടപെടത്തില്ല, ഫയലൊന്നും പിടിച്ചു വെക്കത്തില്ല, അങ്ങനെ ചെയ്തില്ല. അദ്ദേഹത്തോട് അടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും. പവർലെസ് ഒന്നും പറയാനാവില്ല. ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നൊരു കാര്യം, ഈ ലെഫ്റ്റ് CPM ഭരണത്തിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് ഗവൺമെന്റിന്റെ മേളിൽ ഒരു കൺട്രോൾ ഉണ്ടാകാറുണ്ട്. VS ഗവൺമെന്റ് വരെ അതുണ്ടായിരുന്നു. കാരണം വളരെ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ഇപ്പുറത്തുണ്ട്. സെയിം അങ്ങയുടെ അങ്ങുകൂടെ ഭാഗമായിരുന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് സമയത്ത് മുതൽ പക്ഷെ പാർട്ടിക്ക് അങ്ങനെ ഒരു ഗ്രിപ്പ് ഇല്ലാതായി. നല്ല ഗ്രിപ്പുണ്ടായിരുന്നു. പാർട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗവൺമെന്റ്. സെക്രട്ടറി കൊടിയേരിയല്ലേ. പിന്നെ പാർട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്യാനുള്ള വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല.
അതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഗ്രിപ്പുണ്ടായിരുന്നു. എല്ലാം ക്യാബിനറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൃത്യമായിട്ട് കൂടുമായിരുന്നു, ഒരു ദിവസം കൂടാത്ത ഒറ്റയാഴ്ചയില്ല. അതുപോലുള്ള വല്ല സംഭവം ഉണ്ടാവും. എല്ലാം കൂടി ഞങ്ങളെല്ലാം പോകും. പിണറായിയല്ലേ ചീഫ് മിനിസ്റ്റർ, നല്ല തരത്തിൽ എല്ലാ കാര്യങ്ങളും കഴിയും. നല്ല അഭിമാനകരമായ ഗവൺമെൻറ്റായിരുന്നു. ഇപ്പോഴത്തെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അകത്തുള്ളത് അറിയില്ല. എന്നാലും ക്യാബിനറ്റ് ഫ്രാക്ഷൻ കൂടായിരിക്കാനൊക്കെ അത് കൂടുമത്. പാർട്ടിക്ക് കൺട്രോളൊന്നും ഇല്ലാതെ ഗോവിന്ദനൊക്കെ അക്കാര്യത്തൊക്കെ കുറച്ചൊരു ആദർശബുദ്ധിയുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവിന്ദ് സാർ ഐഡിയോളജിക്കൽ ഒരു ക്ലാരിറ്റി ഉള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം ഇന്നലെ എടുത്ത് പറഞ്ഞല്ലോ പാലക്കാട്ട് വെച്ച് ഈ പരാജയങ്ങളൊക്കെ അദ്ദേഹം എണ്ണി പറഞ്ഞു. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. അവസരവാദികളും അഴിമതിക്കാരെ എരച്ചു കയറുന്നെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനതൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനത് പറയാൻ എനിക്കത് പറയാൻ പറ്റില്ല. സത്യമല്ലേ പറയുന്നത്? സത്യമാണല്ലോ പറയുന്നത്, തിരുത്തുമെന്നാണ് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് നിരാശയൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്ക് കൂടിയൊക്കെ ചുമ്മാ സംഘടിതമായി പേരൊക്കെ മാറ്റി പറഞ്ഞെന്ന ആ പൊളിറ്റിക്കൽ ക്രിമിനൽസ് നിലനിൽക്കുകയാണ്. അത് അഴിമതിക്കെതിരായി പോരാടുന്നതുകൊണ്ട് അല്ലേ, ഇതൊന്നും വരില്ല. അഴിമതിക്കാർക്കെതിരെ പറയുന്നില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ്, അതാ ഞാൻ പറഞ്ഞു. CPM മാത്രമല്ല, ഈ സൈബർ സേന എന്നൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. എന്ത് കാര്യത്തിന് ആർക്ക് വേണം അവരുടെ സഹായം? ചീത്ത വിളിക്കാനൊക്കെ കൊള്ളാം. സൈബറിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യം. നമുക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയുക. അതിൻ്റെ അടിക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമ്മളെ ചീത്ത പറയുന്ന സംസ്കാരത്തെ പറ്റി എന്താ പറയുന്നത്? ചീത്ത പറയാനൊന്നുമില്ല, ചുമ്മാ ചീത്ത പറയുക. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഇന്നലെ വന്ന ഒരു അനാവശ്യത്തെ മന്ത്രിയായിരിക്കുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പൂജാരിമാർ, പൂജാരിയല്ല, പൂജയില്ലല്ലോ, മുസ്ലിമിന് പൂജയില്ലല്ലോ, അവർക്ക് ഇന്ത്യയിൽ വർഷിപ്പില്ല. പ്ലീസ് അവരെ ആവാത ചൂടും ശരീരം മറച്ചാണ് വരുന്നത്. അച്ഛനായാലും മറ്റു മുള്ളയായാലും ഹിന്ദു പുരോഹിതന്മാരാണ് സുതാര്യമായി മുണ്ടെടുത്തത്. ആൾക്കൂട്ടത്തിൽ നിന്ന് അടിവസ്ത്രമൊന്നും കാണത്തില്ല, നമുക്ക് ധാരാളം കാണാം. അത് മാറ്റണം. ഫ്യൂഡൽ കാലഘട്ടത്തിൽ, തമ്പുരാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണത്. പത്രത്തിലുണ്ട്. അന്ന് മുതൽ BJPക്കാർ എന്താ അടിപക്ഷത്തിൻ്റെ പേരവർ മാറ്റി. എന്തൊരു സുധാകരന, ജെട്ടി സുധാകരൻ്റെ പേരിട്ടു. ഞാൻ ജെട്ടി എന്ന് പറഞ്ഞില്ല, അന്ന് ജെട്ടിയൊന്നുമില്ല. ഞാൻ അടിവസ്ത്രം വേണം. അതുപോലെ അവർ ശരീരമൊന്നും മറക്കത്തില്ലല്ലോ. അത് ഹിന്ദു പുരോഹിതന്മാരേ ഉള്ളൂ, മറ്റവരെല്ലാം മറക്കുക. കാരണം ഇത് സ്ത്രീകളടക്കമുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇപ്പോഴും ഇല്ലല്ലോ ആ ഫ്യൂഡൽ കാലഘട്ടം. ഇത് ഞാൻ അതിനെതിരായി ഫൈറ്റ് ചെയ്ത വലിയ അപ്രോസിയേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്നെ ചീത്ത വിളിച്ച ഈ പോസ്റ്റ് തൊഴിലായി എഴുതിയിരുന്നു. അപ്പോൾ എന്ത് മാനസിക വളർച്ച? അപ്പോൾ അവരോടൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നാൽ സംസാരിക്കുന്നത്. എനിക്കതെടുത്ത് കേസ് കൊടുക്കാം. ആരും ഇതിൻ്റെ പുറകെ പോകാൻ പറ്റും? അത് ജോലിയൊന്നുമില്ല, അതൊക്കെ അങ്ങ് പൊക്കോളും. ഇതാണ് VS ആയിട്ടുള്ള ഒരു ഇതൊന്ന് പറയാമോ? VS ആണ് സർക്കാരിനെ കൊണ്ടുവന്നത്. VS ആണ് എന്നെ നേതൃത്വത്തിലേക്ക് കണ്ടുപിടിച്ചു. ആദ്യം CH കടാരനാണ്. CH കടാരനുള്ളപ്പോഴും VS CH കടാരൻ്റെ വലം കയ്യാണ്. CH സ്റ്റേറ്റ് സെക്രട്ടറി, ഇതേ സെക്രട്ടേറിയറ്റ് പറഞ്ഞു 64 CH വരുമ്പോൾ VS ആണ് ആ ബാഗ് എടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. CHൻ്റെ ബാഗ് എടുത്ത് ഇങ്ങനെ വരും, ആലപ്പുഴയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ CHനെ പരിചയപ്പെടുന്നത് SFIയുടെ കാലത്താണ്. അഖിലേന്ത്യാ സമ്മേളനം 1969 ഡിസംബർ 27 മുതൽ 31 വരെയാണ് അഖിലേന്ത്യാ സമ്മേളനം. ഒന്നാം ഫൗണ്ടിങ് കോൺഫറൻസ് SFIയുടെ ടാഗോർ സെമിനാറി ഹാളിൽ. പിന്നെ ജനുവരി 1, 70 അന്ന് പബ്ലിക് റാലിയാണ്. അപ്പോൾ അതാണ് ഞാൻ VSനെ കാണുന്നത്. അവിടെ CP സത്രം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു ഒരുപാട് മുമ്പ്. ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിൽ പഴയ സത്രം, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, CP സത്രം. അവിടെ വെടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് ഡെലിഗേറ്റ്സുമായിട്ട് സമ്മേളനത്തിൽ പോയത്. അപ്പോൾ അന്നാണ് കാണുന്നത്. പിന്നെ അദ്ദേഹം MLA ഞാനവിടെ MLA കോടതി 25 EMSൻ്റെ മുറിയാണ് എനിക്ക് അലോട്ട് ചെയ്ത് താമസിക്കുക. അപ്പോൾ VSനെ പോയി കാണാൻ അവിടെ പോയി. പിന്നെ അടിയന്തരാവസ്ഥ ഞങ്ങൾക്ക് സെൻട്രൽ ജയിലിൽ പോയല്ലോ. കാരണം ഞാൻ വിജയകുമാർ BIR പോയി. തിരിച്ചാലപ്പുഴ വന്നാൽ VSൻ്റെ വീടല്ലേ, എപ്പോഴും കാണും, വിളിക്കും, വലിയ കാര്യമാണ്. അപ്പോൾ സുധാകരൻ ഒരു ഫൈറ്ററാണെന്നൊക്കെ എന്നോട്, നിങ്ങളൊരു ഫൈറ്ററാണ്. പാർട്ടിയിൽ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വിഭാഗീയത എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു
ജില്ല ആലപ്പുഴയായിരുന്നു. വിഭാഗീയത എന്ന് പറഞ്ഞാൽ ഉൾപാർട്ടി ഫൈറ്റാണ്. Either way. അതിനാണ് വിഭാഗീയത എന്ന് പറയുന്നത്. അങ്ങ് അത് ഒരിക്കലും ഇവിടുന്ന് ഉണ്ടാവുന്നതല്ല, ഒഫീഷ്യൽ ഫാക്ഷനോ ഇവിടുന്ന് ഉണ്ടാവുന്നതല്ലത്. ടോട്ടൽ അല്ല, സ്റ്റേറ്റ് മൊത്തം ഉള്ളതല്ലല്ലോ, ഇവിടെ മാത്രമല്ല. അല്ല, അങ്ങ് ഒരിക്കലും ഒഫീഷ്യൽ ഫാക്ഷന്റെയോ VS പക്ഷത്തിന്റെയോ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിന്നിട്ടില്ല. അതായത് ജി സുധാകരൻ VSന്റെ കൂടെയാണ് അല്ലെങ്കിൽ പിണറായിയുടെ കൂടെയാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്കോ അറിയാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഈ രണ്ട് അല്ല, ഞാനതിൻ്റെ പാർട്ടിയുടെ നയവും പരിപാടിയിലാണ് നിൽക്കത്തുള്ളൂ. അല്ല, അങ്ങേക്കൊരു ഇതുണ്ടാകുമല്ലോ, അങ്ങേക്കൊരു ആ നയവും പരിപാടിയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അതിന് എതിരായിട്ട് ഏതൊരാളായാലും ഞാനത് അത് കാണത്തില്ല, VS ആണെങ്കിൽ. ഇല്ല, ഞാൻ എതിർക്കത്തില്ല, ഞാനത് മാറും. കാരണം 2005 അങ്ങ് തന്നെയാണ് തിരിച്ച് പാർട്ടിയെ VS പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ജില്ലാ സമ്മേളനത്തിൽ അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. തൊട്ടടുത്ത വർഷം പിണറായി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങ് ഗവൺമെന്റിന്റെ ഭാഗമാകുന്നു. അപ്പോൾ അങ്ങ് എന്താ, അത് വിശ്വാസമല്ലേ. ഞാൻ ഏത് നിലപാടെടുത്താലും അത് പാർട്ടിക്ക് ഗുണമായതുകൊണ്ടല്ല എടുക്കത്തില്ലല്ലോ. അത് പോസിറ്റീവായിരുന്നു എൻ്റെ നിലപാട്. അതിവിടെ വിജയിച്ചു, പാർട്ടി വളർന്നു. 9-8 സീറ്റും കിട്ടിയില്ല, രമേശന് തെളിവൊഴിച്ച ചെറിയ കാര്യമാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ അവിടെ നിൽക്കട്ടെ, 9-8 കിട്ടിയില്ലേ. അല്ല, എൻ്റെ അതിലെ ചോദ്യം എന്താ വെച്ചാല് ഈ വിഭാഗീയത എന്ന് പറഞ്ഞ ഉൾപാർട്ടി ഫൈറ്റ് അത് VS ലീഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അങ്ങ് കൂടെ നിന്നിട്ടുണ്ട്, ചില സമയത്ത് മാറി നിന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ്? അല്ല, മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നയപരിപാടിയിലുള്ള വ്യത്യാസമായിരുന്നു, അങ്ങനെയുള്ള ഇഷ്യൂ ആയിരുന്നു. VS ആ സമയത്ത് തെറ്റായിരുന്നു തോന്നിയിട്ടാണ്? VS തെറ്റാണെന്നല്ല, എന്നൊന്നും അതിന് അർത്ഥമില്ല. അത് നമുക്കങ്ങനെ ഓൺ ചെയ്ത് മുമ്പിൽ നിൽക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമായി അത് തോന്നുന്നു കാണത്തില്ല. അത് തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം VS പാർട്ടിയിലെ 10 ഒരുപക്ഷെ പാർട്ടിയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനറി ആക്ഷൻ മേടിച്ച ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്. 10 തവണ അച്ചടക്ക നടപടി നേരിടുക എന്ന് പറഞ്ഞാൽ സാധാരണമല്ലല്ലോ. VS ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പല സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് VSനെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് അങ്ങ് മാറി നിന്നിട്ടുണ്ട്. അത് ഏത് സമയത്തും പാർട്ടിയുടെ നയത്തിൻ്റെയും പരിപാടി അടിസ്ഥാനത്തിലുള്ള സമീപനമുള്ളപ്പോഴെല്ലാം പരസ്യമായിട്ട് തന്നെ, അല്ലപ്പം ഉണ്ടത്തില്ല, ഇത്രയേ ഉള്ളൂ. സഹകരിച്ചില്ല അത് പിന്നെ ഭാവിയുടെ ശരിയാൻ തെളിഞ്ഞു. പിന്നെ അത് പിന്നെ ശരിയാൻ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാനല്ലേ അങ്ങനെ ഇവിടെ എനിക്കെന്താ കുടുംബമഹിമയുണ്ടോ? കുടുംബമഹിമയുള്ളത് തന്നെ സാധാരണ കുടുംബമല്ലേ. വീട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരാരുമില്ല കൈപിടിച്ച് ചേർത്താൽ. എൻ്റെ പ്രവർത്തനം കൊണ്ടും അത് പാർട്ടി നേതൃത്വവും ജനങ്ങളും അംഗീകരിച്ചത് കൊണ്ടും പക്ഷേ സാധാരണ സഹകരണം. പിന്നെ മിനിസ്റ്ററായ ശേഷം സാധാരണ ജനങ്ങളും കേരളത്തിൽ എവിടെ പോയാലും ആൾക്കാർക്കറിയാം, നല്ലതേ പറയുന്നു. റിയലി ഫീൽ ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻ്റായിട്ട് സംസാരിക്കാൻ, ശക്തമായി വർഗീയതക്കെതിരായിട്ട് സംസാരിക്കാനും പോരാടാനും, അതേപോലെ ശബ്ദവും ആഹ്വാനവും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അത് ഇതല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ മനുഷ്യരല്ലേ, 100 വയസ്സ് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമ്മളത് പഴയ പോലെ വരുമെന്ന് പ്രതീക്ഷിക്കാമെന്നാലത് ഇപ്പം അദ്ദേഹം സംസാരിക്കാൻ പ്രയാസം. ആലപ്പുഴയിലെ വേറൊരു നേതാവ് KR ഗൗരിനെ എങ്ങനെ വിലയിരുത്തുന്നു? KR ഗൗരി ഈസ് ഗ്രേറ്റ്. പോപ്പുലാരിറ്റിയിൽ അവരെ ഏറ്റവും മുമ്പിലാണ്. പബ്ലിക് സപ്പോർട്ടിൽ ഗൗരിയമ്മ ആ ലീഡേഴ്സ് ഒന്നാമതാണ്. ഉറച്ച നിലപാടാണ്. അവർ പാർട്ടി സംഘടനയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും പാർട്ടിയെ ബഹുമാനിച്ചിട്ട്, പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം വന്ന് പോയ ശേഷമുള്ളതല്ല. അതിന് പകരമാരുമില്ല, വികസന പകരമാരുമില്ല. ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ പോരാളികളുടെ ജില്ലയാണ്. പോരാട് അഭിപ്രായം പറയും. ഗൗരിയമ്മ നടപടി വാങ്ങിച്ചു പോയില്ലേ, പോയതിന് ശേഷവും തിരിച്ചു വന്നല്ലോ. അവസാനം ഏറ്റവും സ്നേഹത്തോടല്ലേ ഉണ്ടായിരുന്നത് ലാസ്റ്റ് പീരീഡിൽ. അല്ല, അവർക്ക് ആ പാർട്ടിയോടുള്ള സ്നേഹം എപ്പോഴും മനസ്സിൽ കിടന്നു. മനസ്സിലായോ? ഇതൊക്കെ ആലപ്പുഴയുടെ പ്രോഡക്റ്റ്സാണ്. അപ്പം എന്നെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗൗരിയമ്മയോട് പാർട്ടി നീതി ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഭാഗം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതായത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ആർക്കും അറിയത്തില്ല. ഉണ്ടായിരുന്നു. അല്ല, 91 ഗൗരിയമ്മ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയല്ല. അത് ഈ മുദ്രാവാക്യമൊക്കെ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ജനങ്ങളെ. അല്ല, എനിക്കതേപ്പറ്റി ഇപ്പോൾ വ്യത്യാസത്തോട് പറയാനൊക്കെ പറ്റില്ല. കാരണം പാർട്ടി എടുത്ത നിലപാട് നമ്മളെല്ലാം അംഗീകരിച്ചു. ഞാൻ നിലപാട് മാറ്റാനല്ല പറയുന്നത്. അവരതിന് അർഹയൊക്കെ ആയിരുന്നു.
മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ അർഹതയും അവർക്കുണ്ട്. പക്ഷെ പാർട്ടി എന്നതിനേക്കാൾ സീനിയറായിട്ടുള്ള അതുപോലെ താത്വികമായ കാര്യങ്ങളിലൊക്കെ ഇത് നാഷണൽ ലെവലിലൊക്കെ ഒന്ന് വലിയ ഫൈറ്റ് നടക്കുന്ന കാലമാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട്. അപ്പോൾ എല്ലാ തരത്തിലും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും സംഘടനാപരമായും എല്ലാം ഗൗരിയമ്മയേക്കാൾ നേതൃത്വപരമായ പദവി വഹിച്ചാണല്ലോ EMS. അങ്ങനെ അത് പോയതാണ്. അവർ മോശം നല്ല വകുപ്പ് കൊടുത്തില്ലേ, 3 ഗവൺമെൻറ്റിൽ മന്ത്രിയാക്കിയില്ലേ അവർ. പിന്നെ പാർട്ടിയിൽ നിന്ന് പോയ ശേഷം അപ്പുറത്തായി. എന്നാലും 3 ഗവൺമെൻറ് 57, 67, 80 3 തവണയും ഗൗരി മിനിസ്റ്ററായി. പാർട്ടിയിൽ നിന്നെങ്കിൽ ഒരിക്കൽ കൂടെ ആയതിന് ഗൗരിയമ്മയ്ക്ക് പകരമായിട്ടൊന്നും ആരുമില്ല. കേരളത്തിന്റെ ചരിത്രത്തില് 3 തവണ ആണ് ഏതെങ്കിലും രീതിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഗൗരിയമ്മ, അത് കഴിഞ്ഞ് 96 ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. ഈ വനിതാ മുഖ്യമന്ത്രി ഒന്നും നന്നാലും പറയത്തില്ല, അതൊക്കെ ഇപ്പോൾ വരുന്ന പ്രയോഗങ്ങളാണ്. അങ്ങനെ റിസർവേഷൻ ഒന്നുമില്ലല്ലോ. അതല്ല, മുഖ്യമന്ത്രിയാവുക അതിനും കാണിച്ചുണ്ടെന്ന് വിശ്വസിച്ച ഒരു വിഭാഗം ആളുണ്ടായിരുന്നു. ജനങ്ങളുടെ കുറച്ച് മുദ്രാവാക്യങ്ങളും വന്നു, അത് അൺഒഫീഷ്യലായിട്ട് വന്നതാണ്. പക്ഷേ EMSൻ്റെ എന്താ പറയുന്നത്, ഇൻ്റലക്ച്വൽ, പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കലായ ഒരു നാഷണൽ ലെവൽ അതെല്ലാം ഇല്ലേ. ജനങ്ങളുടെ സപ്പോർട്ടിനകത്ത് EMSും ഗൗരിയമ്മൻ്റെ ഈക്വലായിരുന്നു. 2 പേര് പോയാലും ആയിരങ്ങൾ കൂടും. അടിയന്തരാവസ്ഥയിൽ മൈക്കില്ലാത്ത കാലത്ത് ഗൗരിയമ്മയുടെ പ്രസംഗം ഏറ്റു പറയാൻ ഞാനാണ് പോയത്. ജില്ല മൊത്തം അന്ന് 14 മണ്ഡലം, എല്ലാ മണ്ഡലത്തിനും ഓരോ ഇലക്ഷൻ. അപ്പോൾ ഗൗരിയമ്മ പ്രസംഗം ഞാൻ സ്റ്റേജ് ഞാൻ ഇങ്ങനെ ഏറ്റു പറയും. അവിടുന്ന് ഞാൻ വാലവാലയെ 5-8 പേരാണ് ജനം കൂടും. അവർ ഇങ്ങനെ ഏറ്റു പറയും. എന്താണ് കൂട്ടം ഗൗരിയമ്മ കാണാൻ വന്നത്. അടുത്ത ഇലക്ഷൻ ഞങ്ങൾ തോറ്റത് വേറെ കാര്യം, 77 ഇലക്ഷൻ ഞങ്ങൾ തോറ്റു, അത് വേറെ കാര്യം. ആൾ വന്നിരുന്നു. ചെല്ലുമില്ല ശിവസഹിറോയും ഉണ്ടായിരുന്നു. സംശയം അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇൻ്റലക്ച്വലായി, തിയററ്റിക്കലായി, നാഷണൽ പൊളിറ്റിക്കൽ ലെവൽ അത് നോക്കണമല്ലോ. കാരണം അന്ന് കേരളം ബംഗാൾ ത്രിപുര ഏറ്റവും പ്രധാനമല്ല. അത് വെച്ച് കറക്റ്റ് തീരുമാനമാണ്. പാർട്ടി എടുത്ത തീരുമാനം കറക്റ്റാണ്. യോഗ്യതയുള്ള 1-1.5 ആളുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ഗൗരിയമ്മയ്ക്ക് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്ത് ആദ്യത്തെ 3 ഗവൺമെൻറ് എടുത്തു. പാർട്ടിയുടെ പിണങ്ങിയ ശേഷം മാത്രമാണല്ലോ പിന്നെ ഗൗരിയമ്മ പറയാൻ അപ്പുറത്ത് പോയത്. 96 എന്താ സംഭവിക്കുന്നത്? 96 VS പരാജയപ്പെടുന്നു. ആ സമയത്ത് സുശീല ഗോപാൽ വിജയിച്ചാണ്, അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ പാർട്ടി അല്ല, അത് പിന്നെ നായനാർ കറക്റ്റ് ചോയ്സല്ലേ, അത് കറക്റ്റ് ചോയ്സാണ്. അല്ല, മത്സരിക്കാത്ത ഒരാളിനെ ആക്കേണ്ട ഒരു ലീഡർഷിപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് അതൊന്നും തെറ്റില്ല, അതൊന്നും റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഈ VSനെ അന്ന് അവിടെ തോറ്റതല്ല, തോപ്പിച്ചാണ്. നടപടി വന്നല്ലോ, യാതൊരു സംശയമില്ല. അത് ഉറപ്പായി, അത് മോശമായിപ്പോയി. അതിന് കടുത്ത പ്രതിഷേധം നമുക്കുണ്ടായിരുന്നു. അതാണ് അടുത്ത സമ്മേളനത്തിൽ നിങ്ങൾ പറയുന്ന VSൻ്റെ അത് ഞങ്ങളെല്ലാം അതാണ് കാരണം. അല്ല, VS അങ്ങനെ തോറ്റതിലുള്ള ദുഃഖവും പ്രതിഷേധവും ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. അതാണ് അടുത്ത സമ്മേളനത്തെ പിന്നെ നേരത്തെ പറഞ്ഞല്ലേ VS അത് അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ VS അതുകൊണ്ടൊന്നും നമുക്ക് കീഴടങ്ങിയില്ലല്ലോ. പിന്നെ അദ്ദേഹം ആലപ്പുഴയില്ലേ മത്സരിച്ചില്ല, നേരെ പാലക്കാട്ട് പോയി മത്സരിച്ച് അവിടുന്ന് മുഖ്യമന്ത്രിയായി. ശരിക്കും ഇവിടുന്ന് മുഖ്യമന്ത്രി ആവേണ്ടതാണല്ലോ. കൈവിട്ടതൊന്നുമല്ല, അതിനുമ്പ് അദ്ദേഹം 3 തവണ MLA ആയതാണ്. അത് തോൽപ്പിച്ചത് തന്നെയാണ്, അത് വ്യക്തമായി കണ്ടല്ലോ, അത് പാർട്ടി തന്നെ കണ്ടുപിടിച്ചല്ലോ. ഈ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത്, കഴിഞ്ഞ ഇലക്ഷൻ മീൻസ് 1ാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ സമയത്ത് അങ്ങും കൂടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ വീണ്ടും ഒരു നേരത്തെ ഞാൻ ഈ പറഞ്ഞ വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ച വരികയും ഈ KK ശൈലജയുടെ പേര് പത്രത്തിൽ വന്നതാണ്, പാർട്ടിയുടെ അല്ല. എന്റെ ചോദ്യം, അന്ന് KK ശൈലജയുടെ പേര് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇല്ല, പാർട്ടിക്കകത്തല്ല, പാർട്ടിക്കകത്ത് യാതൊരു ചർച്ച നടന്നിട്ടില്ല. ഞാനുള്ളപ്പോഴും നടന്നിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ ഉയർത്തിവിടുന്നതാണ്. അത് ഞാൻ പലയിടത്തും പറഞ്ഞു, വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ആലപ്പുഴയിൽ അങ്ങേപോലെ തന്നെ വന്ന പിണറായി വിജയനെപ്പോൾ ഒരാളിവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ഏത് കൊച്ചു കുഞ്ഞിനും അറിഞ്ഞുകൊണ്ട് വേറെ ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? രണ്ടാം തരം ഉണ്ടല്ലോ, ഉചിതമായ സമയത്തായിരിക്കും അത് ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, അങ്ങേറ്റനിലേക്ക് വരാൻ കുറച്ച് അതായത് ആദ്യമായിട്ട് SFIയുടെ ഫൗണ്ടിങ് മെമ്പറാണ് അങ്ങ്. SFIയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അന്ന് അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പിന്നെ സെക്രട്ടറി ആയിട്ടും വന്ന ആളാണ്. പിന്നെ പാർട്ടി സെക്രട്ടറി ആയി കോടിയേരി ബാലകൃഷ്ണൻ.
SFIയിലൂടെ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏജ് വൈസും അല്ലാതെയും ഏറ്റവും മുതിർന്ന നേതാവാണ് അങ്ങ്. പക്ഷെ പാർട്ടി ആ രീതിയിൽ അങ്ങേ മറ്റേ സംസ്ഥാന കമ്മിറ്റിക്ക് മേളിലേക്ക് അങ്ങ് ഒരിക്കലും വന്നില്ല. അത് എന്തുകൊണ്ടാണ്? എനിക്കതിലൊരു നിരാശയോ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 75 വയസ്സാവുന്ന ഇപ്പോൾ മാത്രമാണ്. അപ്പം അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2.5 വർഷം മുമ്പ് 75 വയസ്സായി എന്ന് എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് നോക്കി ചെയ്യുന്നതാണ്. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ 3.5 വയസ്സാകുമ്പോൾ അക്ഷരം മൊത്തം ഞങ്ങളൊക്കെ പഠിക്കും. 3 വയസ്സായപ്പോൾ തന്നെ ഞാൻ മൊത്തം അക്ഷരം പഠിച്ചു. ഒരു ദിവസം 2 അക്ഷരം പഠിക്കും. രാവിലെ ഒന്ന് പഠിക്കും, വൈകിട്ടൊന്ന് പഠിക്കും. അപ്പോൾ 3.5 വയസ്സായാലും 6 വയസ്സ് ചേർക്കാൻ പറ്റുള്ളൂ. എൻ്റെ അനിയനെ ഞാൻ മരിച്ചുപോയ ഭുവനേശ്വരനെ ഞാൻ തന്നെ കൊണ്ടുപോയി ചേർത്തത്. എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാധവക്കുറുപ്പ് സാറാണ് ഗവൺമെൻറ് LP സ്കൂൾ, പക്ഷേ ഇവിടെ സമ്മതിച്ചില്ല, 6 വയസ്സ് ചേർത്ത്. എനിക്കറിയാം, അത് സാരമില്ല. അപ്പം ഞാൻ എഴുതി കൊടുത്തു. ഇപ്പോൾ SS സർട്ടിഫിക്കറ്റ് വെച്ചാണ് അവർ തീരുമാനിച്ചത്. എഴുതി കൊടുത്തു, എന്നെ ബ്രാഞ്ചിൽ വെച്ചാൽ മതി, DC അവിടെ തന്നെ വെക്കുകയും ചെയ്തു. ഞാൻ തന്നെ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ എനിക്കതിൽ വിഷമമില്ല. എന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് 3 തവണയാണ് നിർദ്ദേശിച്ചത്. 3 തവണ. ആദ്യം എന്താ വെച്ചാൽ കൊല്ലം സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ്. കൊല്ലത്ത് സമ്മേളനം നടന്നു. അന്ന് ലോറൻസും രവീന്ദ്രനാഥും കൂടി ഞങ്ങളുടെ ഒരു ലോഡ്ജിലാണ് താമസിച്ചത്. ചിക്കലുവാനാണ് ബന്ധപ്പെട്ട ഒരു ലോഡ്ജുണ്ട് അവിടെ. ആ ചിന്നക്കട പണിഞ്ഞാണ് റെയിൽവേ ക്രോസിൽ നിന്ന് വടക്കോട്ട് വരുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയിലേക്ക് വരണം. അപ്പോൾ ആലപ്പുഴയൊക്കെ നല്ല ക്ലിയറായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ചന്ദ്രാനന്ദൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. പുന്നപ്രഭ എല്ലാ സമരസേന അദ്ദേഹത്തെ സെക്രട്ടറിയിൽ എടുത്തു. ഒറ്റ തവണ എടുത്തോളൂ, പിന്നെ എടുത്തിട്ടുമില്ല. അന്ന് ഞാൻ ഒഴിഞ്ഞു. പിന്നെ പിണറായി 2 സമ്മേളന കാലം തന്നെ ക്ഷണിച്ചു. ആദ്യം ട്രിവാൻഡ്രത്തൊരു സമ്മേളനം നടന്നപ്പോൾ എന്നോട് പറഞ്ഞു സുധാകരനെ സെക്രട്ടേറിയറ്റ് ഇരിക്കാൻ. ഞാൻ പറഞ്ഞു ഞാനില്ല സാറേ. നിർബന്ധിച്ചു, അങ്ങനെ പറ്റത്തില്ല, ഞങ്ങളെല്ലാം ഇല്ലേ. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി ഇരുന്നോളാം. എനിക്കത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നീരസത്തോടുകൂടി പറഞ്ഞു, സുധാകരനത് ഡിക്ലെയർ ചെയ്തു. പിന്നെ ആലപ്പുഴ സ്റ്റേറ്റ് സമ്മേളനം നടന്നു. ഞാനായിരുന്നു സെക്രട്ടറി, സഹസെക്രട്ടറി. ഇതുപോലെ സ്റ്റേറ്റ് സമ്മേളനം നടന്നിട്ടില്ല. മുമ്പേലായിട്ട് നടത്തി. VSൻ്റെ കുറച്ച് VS ഇറങ്ങിപ്പോയ സമ്മേളനം. ഒരില പോലും ഞാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനത് ഡീൽ ചെയ്തു. അല്ല, ഞാൻ ഇത് 3ാമത്തെയാണ്. അപ്പോൾ അന്ന് സമ്മേളനം പിരിഞ്ഞ് സ്റ്റേറ്റ് സമ്മേളനം പിരിഞ്ഞ് ആ സ്റ്റേജ് വെച്ചത് SK ഓടിച്ചോടത്തിലാണ്, കളറോടുണ്ട്. അത് സെക്രട്ടേറിയറ്റ് തവണ വന്നേ പറ്റു. ഞാനില്ല. കുറേ നിർബന്ധിച്ചു. കോടിയേരി നിർബന്ധിച്ചാണ്. കോടിയേരി സെക്രട്ടറിയാണ് തന്നു. ഞാൻ ഒഴിഞ്ഞു. അപ്പോൾ ഒഴിഞ്ഞ് ഞാൻ ഇരുന്നെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ കമ്മിറ്റി വരാൻ ഞാൻ ഒഴിഞ്ഞതാണ്. അതാരുടെ കുറ്റമല്ല. എനിക്ക് വേണ്ടെന്നില്ല. എനിക്ക് അതങ്ങനെ താല്പര്യം വന്നില്ല. എന്താണെന്നൊന്നും ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. അല്ല, 84 കറക്റ്റ് എറണാകുളം സമ്മേളനം. അതായത് രാഘവനെതിരെ ബദലിനെയൊക്കെ തള്ളിക്കളഞ്ഞു. 84. അങ്ങേക്കാൾ ജൂനിയറായ പലരും സെക്രട്ടേറിയറ്റിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് പറയാൻ പറ്റില്ല. കൊല്ലം സമ്മേളനം നടക്കുമ്പോൾ ആരും വന്നിട്ടില്ല. കൊല്ലം സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്ന അതിനൊക്കെ മുമ്പ് ലോറൻസ് രവീന്ദ്രനാഥും ഒക്കെയാണെന്ന് പ്രധാനപ്പെട്ട സാർ. അന്ന് ബേബി ഒന്നും സെക്രട്ടറിയിലൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി പോലും വന്നിട്ടില്ല. അന്ന് വന്നിട്ടില്ല. ബാക്കി 2 തവണയും വന്നു. അത് ശരിയാണ്. അതുകൊണ്ടൊന്നുമല്ല. അന്നും എന്നെ വിളിച്ചില്ല. എന്താ അങ്ങനെ ഇരുന്ന സെൻട്രൽ കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും വരാമല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഏറ്റവും മുതിർന്ന ഒരു നേതാവ് സെക്രട്ടേറിയറ്റിൽ പോകുന്നില്ല, അത് കഴിഞ്ഞ് CC-യിലേക്ക് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവില്ല. അത് അങ്ങ് പറയുന്നത് കാരണം ഹെൽത്ത് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ രണ്ടാമത് പറയുന്നത് എനിക്കൊന്നു ഒഫീഷ്യലിയെങ്കിലും ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇനി ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വളരെ ക്ലിയർ ആയ റീസൺ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. 2 തവണയും പിണറായി നിർബന്ധിച്ചു. മറ്റേ രവീന്ദ്രനാഥൻ ലോറൻസ് പിണറായി സാഹിബ് സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ അങ്ങനെ ഇല്ല. മനസ്സിലായോ? ഞാൻ അതിന് നിന്നില്ല. ആ കൊല്ലം സമ്മേളനത്തിലാണ് EMSന് 13 വോട്ട് കുറഞ്ഞ സമ്മേളനം. അന്ന് ഞങ്ങളുടെയൊക്കെ പാർട്ടിയുടെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും ഔദ്യോഗിക പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ തോന്നിയാസൊക്കെ എഴുതും എല്ലാ കാലത്തും. VS പാർട്ടിയുടെ ഔദ്യോഗിക ലൈനിൽ നിന്ന കാലത്ത് എല്ലാം അങ്ങനെ തന്നെയാണ്. VSനോടൊപ്പം VSാണ് എന്നെ വളർത്തിയത്. VS ആണ്. VS ഇല്ലെങ്കിൽ ഞാൻ ഈ പൊസിഷനൊന്നും വരില്ല. പിന്നെ ശരിക്കും ആദ്യം എന്നെ കണ്ടുപിടിച്ചത് CH കണാരനാണ്.
അദ്ദേഹമാണ് സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആക്കുന്നത് ഈ സഭയിൽ. മനസ്സിലായോ? സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആക്കി. അല്ല പറയുകയാണ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ വലിയൊരു സംഘാടകൻ കേരളത്തിൽ നിന്ന് വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹമൊക്കെ നമ്മളെ കണ്ടുപിടിച്ച അദ്ദേഹം. മനസ്സിലായി? അപ്പോൾ അത് VS അങ്ങനെയായിരുന്നു. പിന്നെ VSൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായതല്ല, ഞാൻ പറയണ്ടല്ലോ. പിന്നെ പിണറായി സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പം തന്നെ ഞാൻ നിന്നല്ലോ. ഒരു കാലത്തും വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അത് കാണിക്കത്തു, ഇനിയും കാണിക്കത്തില്ല. VSലേക്ക് വരാം. പക്ഷേ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയ ഒരു നേതാവ് സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന് അങ്ങ് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് അങ്ങനെ കയറി പോകണമെന്ന് ആഗ്രഹം ഒരു കാലത്തുമില്ല. അപ്പോൾ ഞാൻ 2 തവണ മിനിസ്റ്ററായില്ലേ. എന്നെ ചീത്ത പറയാൻ വേണ്ടി രഹസ്യമായി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച്, ആരും പറയാറില്ല എന്നെ, ഫേസ്ബുക്കിലൊക്കെ ചുമ്മാതെ ഓരോന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എഴുതി പിടിക്കുന്നുണ്ട്. അതൊക്കെ ഫേക്ക് നെയിംസ് ആണ്. അതെല്ലാം ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾ തന്നെ, എല്ലാവരെയും അറിയാം. പാർട്ടിക്കാരെല്ലാം എന്തായാലും ഈ അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്തുള്ള ഗ്യാങ്ങാണത്. അവർക്ക് ചെറിയ പേരൊക്കെ ജില്ലയുടെ പല ഭാഗത്തും കാണുമെന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആരാണെന്ന് ഞാൻ പറയാറില്ലേ, അത് അവർ നശിച്ചു അത്രയേ ഉള്ളൂ. അവരാരും നാട്ടുകാർക്കറിയാം. ഞാനതൊന്നും പറയത്തില്ല. ഞാൻ ഒരാളെയും ഈ പാർട്ടിക്കകത്ത് പേര് വെച്ച് അലക്കത്തില്ല. എനിക്ക് എൻ്റെ ഇത്രയും കാലം അലക്കയില്ല. വേണ്ടുന്നതാണ് എന്തെല്ലാം ദുഷ്ടത എന്നോട് കാണിച്ചു, എന്തെല്ലാം കാണിച്ചു. അന്തസ്സായി 11,000 വോട്ടിന് ഞാനിപ്പോഴത്തെ MLA ജയിപ്പിച്ചു കൊടുത്തു. ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 11,000 വോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാനൊരു 10-20 വർഷം അവിടെ പ്രവർത്തിച്ച് 2-3 തവണ MLA ആയപ്പോഴല്ലേ ഈ മുകളിലോട്ട് വന്ന വോട്ട്. ഞാൻ അവിടെ തന്നെ 126 വോട്ട് തോറ്റതല്ലേ 87. അതേ മണ്ഡലത്തിൽ 5,000-ന് VS തോറ്റതല്ലേ, 2,000-ന് ചന്ദ്രനാനന്ദൻ തോറ്റതല്ലേ. ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യം 12 കിട്ടി, പിന്നെ 17 കിട്ടി, 23 കിട്ടി. എല്ലാം വളർച്ച വന്ന് പ്രവർത്തിച്ച് പല മേഖലകളിൽ വരുന്ന പല പല കാര്യങ്ങൾ ചെയ്ത് അതുകൂടെ ബോധ്യപ്പെട്ടപ്പോഴല്ലേ എതിരാളികൾ വോട്ടുകൂടെ വന്നത്. ഞാൻ തന്നെ സെക്രട്ടേറിയറ്റിൽ പേര് പറയുന്നത് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ആരും പറയത്തില്ല പേര്, ഒരു മനുഷ്യനും പറയില്ല. അങ്ങനെ ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടറായിരുന്നില്ല. 11,000 വോട്ടിന് ജയിച്ചു. തോറ്റു പോകുമെന്ന് പറഞ്ഞായിരുന്നത്. കണ്ടോ? ജയിച്ചതിന് ശേഷം എൻ്റെ പ്രവർത്തനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പെറ്റിഷൻ എഴുതി കൊടുത്തു. ആരെങ്കിലും ചെയ്യുമോ? പിണറായി തന്നെ എന്നോട് ചോദിച്ചു, കോടിയേരി ചോദിച്ചു. എന്നെ ഒരു താക്കീത് ചെയ്തിട്ടാണ് ചോദിച്ചത്. അതായത് എൻ്റെ കാര്യമൊന്നുമില്ല, ഒരു പരാതിയൊക്കെ വന്നത് അന്വേഷിച്ചു, അതങ്ങനെ പോയി. പക്ഷേ ജയിച്ചു കഴിഞ്ഞ് എന്തിനാ ആക്ഷേപം ഉന്നയിച്ചെന്ന് എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, താക്കീത് തന്നിട്ടല്ലേ ഇത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ 11,000 ജയിച്ചു. എന്നിട്ട് അന്വേഷിച്ചത് കഴിയും. എൻ്റെ കൂടെ ക്യാബിനറ്റിൽ ഇരുന്ന ആളാണ്. ശരിക്കാണോ അന്വേഷണം നടത്തിയത്? സത്യസന്ധമാണോ? അവിടെ എന്നെപ്പോലെ ഒരാളെ പറ്റി ഇത് പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുക. അദ്ദേഹമാണ് ഇവിടെ VS കൊണ്ട് മാറിയ ശേഷം പാർട്ടിയെ വളർത്തിയതെന്ന് പറഞ്ഞവരോടൊക്കെ കയർത്ത് സംസാരിച്ചു. ആരെ കമ്മീഷൻ ഞാൻ ആദ്യമായിട്ടത് വെളിപ്പെടുത്തുന്നു. അത് ഞാൻ അത്ര പറയുന്നു. അപ്പോൾ അദ്ദേഹം 1.5 ലക്ഷത്തിന് പറ്റില്ല, 1.5 lakhs അങ്ങനെ പറ്റും. ആരെങ്കിലും ചെയ്തിട്ടാണ്. കഴിഞ്ഞ ഇവിടെ 85,000 ഉണ്ടല്ലോ കുറവ്. അപ്പോൾ ഈ വോട്ടങ്ങനെ നഷ്ടപ്പെട്ടത് തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ജനം വോട്ട് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും അതിനകത്തില്ല. ആരും ഒന്നും ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിക്കും. ഈ 2021 ഇലക്ഷൻ മത്സരിക്കേണ്ടെന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമമുണ്ടായിട്ടുണ്ടോ? എന്തൊരു വിഷമം? എനിക്കെന്തൊരു വിഷമം? ഞാനല്ലേ ഇയാളുടെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. സെക്രട്ടേറിയറ്റിൽ സലാമിൻ്റെ പേര് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ആരും പറയത്തില്ലല്ലോ. സുധാകരൻ പറഞ്ഞല്ലേ ഞങ്ങളത് ആ പേര് പരിഗണിക്കുന്നത്. എന്നോട് കോടിയേരി പറഞ്ഞതല്ലേ. അവർ വേറെ ഉള്ളൊരു പരിഗണിച്ചാൽ എനിക്കങ്ങനെ ഇല്ല. അദ്ദേഹത്തെ പറ്റി എല്ലാം എനിക്കറിയാമെങ്കിലും ഞാനവിടെ എൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചതല്ലേ. അവിടെ ഉള്ളതിൽ അയാളാണ് സെക്രട്ടറി. അത് ജപിച്ചു. അപ്പോൾ എനിക്കത്രയേ ഉള്ളൂ. എനിക്കെന്തൊരു വിഷമം? എനിക്കെന്തൊരു വിഷമവും പറ. എനിക്ക് യാതൊരു വിഷമത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തിന്? അല്ല, അതല്ല, അത് വേറെ. അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒഴിയാൻ 2020 മിനിസ്റ്ററുടെ ലാസ്റ്റ് പീരീഡിൽ തന്നെ ഞാൻ ഒഴിയാൻ തയ്യാറായിരിക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു ഒഴിവെന്ന് അങ്ങോട്ട്. അപ്പോൾ 2 ടൈം കൊണ്ടുവന്നല്ലോ, 2 ടൈം. ഇപ്പോൾ 1 ടൈമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 ടൈം ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് മാറ്റണം അടുത്ത തവണ. അല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം പോകും. അന്ന് 2 ടൈമാണ്. എന്നിട്ട് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്? കിട്ടിയതെല്ലാം വലിച്ചു വാരി തന്നു. ഞാനോ 62 വർഷം പാർട്ടി വർക്ക് ചെയ്തു, എല്ലായിടത്തും പ്രവർത്തിച്ചു. 2 ടൈം ഇരുന്ന് ആരെല്ലാം ഉണ്ട്? ഞാൻ മാത്രമാണ്. ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ഗ്യാങ് ഈസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആലപ്പുഴ. സംബഡി ഈസ് ലീഡിങ് ഇറ്റ്. പക്ഷെ അവരൊക്കെ നശിച്ചു പോകും. ജനങ്ങൾക്കറിയാം.
എല്ലാ സമുദായങ്ങളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച മുസ്ലിം വോട്ടേഴ്സാണ്. എല്ലാവരും സഹായിച്ചു. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ ആ ബൂത്തല്ല എനിക്ക് മെജോറിറ്റി. എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴ ജില്ല ഒരു വർഗീയതയില്ലാത്ത വിഭാഗം മുസ്ലിങ്ങളാണ്. മറ്റേ BJP പൊളിറ്റിക്സ് ഒരു വിഭാഗത്തിനുണ്ടല്ലോ, ഒരു വർഗീയത. മുസ്ലിം ലീഗ് ഇല്ലല്ലോ. കായംകുളത്ത് മാത്രമേ ഉള്ളൂ 3 ലീഗ് മെമ്പർമാർ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ മുസ്ലിം ലീഗ് മെമ്പറില്ല. പണ്ട് 9 പേരുണ്ടായിരുന്നു, ഒറ്റയാളും ഇല്ലല്ലോ. വോട്ട് കൊടുത്തില്ല. എല്ലായിടത്തും ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ. സോ മുസ്ലിംസ് ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം ആയതുകൊണ്ട് അവർ വോട്ട് കൊടുക്കത്തില്ല. അവർ വോട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇതൊക്കെ ഞാൻ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തുന്ന ഒരാളാണ്. എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക, അതെല്ലാം നാട്ടുകാർ വായിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ബൗദ്ധിക തലമെന്ന് പറയുന്നത് ഒരു ഇല്ലുമിനേറ്റിംഗ് അല്ലല്ലോ. ഒരു ഇല്ലുമിനേറ്റിംഗ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ലെവൽ കാണുന്നില്ലല്ലോ. സാറിന് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മുസ്ലിം വോട്ട്സ് കിട്ടുമായിരുന്നു അല്ലേ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് പറയാൻ തുല്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം ബൂത്തിലല്ല എനിക്ക് മെജോറിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട്. മുസ്ലിങ്ങളുടെ അവരുടെയാണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത്. അതെല്ലാം ഉണ്ട്. ഡിറ്റീൻസിൻ്റെ ഉണ്ട്, ജീവരുടെ ഉണ്ട്, പിന്നെ നായർ, ഈഴവ ആൻഡ് ദളിത് നമുക്ക് തന്നെ പണ്ട് മുതൽ. അല്ല, എല്ലാവരും 100-200ഓളം ബൂത്തുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 22 ബൂത്തോറ്റ UDF ലീഡ് ചെയ്തുള്ളൂ. എൻ്റെ എതിർത്ത ഒരു മുസ്ലിമാണ്, അറിഞ്ഞിരിക്കണം. ഷെയ്ഖ് P. ഹാരിസ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്, പാലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് അബീഗൽ സാഹിബിൻ്റെ കൊച്ചുമോൻ P. ഹാരിസിൻ്റെ മോനല്ലേ. ഒരു മുസ്ലിമാണ് മത്സരിച്ചത്. അപ്പോഴാണ് എനിക്ക് മെജോറിറ്റി ബൂത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അത് കൊടുത്തില്ല. വെറും 40,000 വോട്ടേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 50,000 ഉണ്ടായിരുന്നു എന്നോട് മത്സരിക്കുമ്പോൾ. വെറും 40 കിട്ടിയുള്ളൂ. ഈ ആലപ്പുഴയുടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ VS-ന് ശേഷം പാർട്ടി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചെത്തിയത് G. സുധാകരൻ. പക്ഷേ പാർട്ടി പലതവണ അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട്. പാർട്ടി ആ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് അല്ല, എന്നോട് വേറെ നടപടിയൊന്നുമില്ല. ഈ താക്കിയതല്ല ഒന്നും ഉണ്ടായി. ഏറ്റവും അവസാനത്തെ ഈ താക്കീത് ആ താക്കിയത് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാമായിരുന്നു ഒരു ഇതായിരുന്നു. അല്ല, താക്കിയതല്ലാതൊരു നടപടി എൻ്റെ പേരിലുണ്ടായിട്ടില്ല. അത് മാത്രം. അതൊന്നും താക്കിയതിലൊന്നും പുറത്താക്കാനായിരുന്നല്ലോ ഉദ്ദേശം. ഈ ആരോപണം ഉന്നയിച്ചവരുടെയും കമ്മീഷൻകാരുടെയും ഉദ്ദേശം. പക്ഷേ കമ്മീഷനുള്ള വൈക്കമ്മീഷനോ TP രാമകൃഷ്ണനോ ഒരു ദോഷം ചെയ്തില്ല. കാര്യമാണ് അത് സംവിധാനം. അതായിക്കോട്ടെ. ഈ അറിയത്തില്ല എന്താണെന്ന്. അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. അതെന്തായാലും കഴിഞ്ഞല്ലോ. ഞാൻ അതിന്മേൽ സെൻട്രൽ കമ്മിറ്റിക്ക് അപ്പീൽ കൊടുത്തില്ലല്ലോ. എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തോന്നില്ല. ചർച്ച കഴിഞ്ഞ് ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ നടപടിയൊക്കെ ലഘൂകരിച്ചു പോയത്. ഞാനും കൈവക്കി നടപടിക്ക്. ഞാനും കൈവക്കിയാണ് അവിടെ. അല്ല, ഞാൻ കൈ താഴ്ത്തിട്ടുണ്ട്, ഡിസൻറ്റ് പറഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞ് എന്നെ ഉടനെ പിണറായി വിളിക്കുക. നടപടി കഴിഞ്ഞ് വെളിയിലോട്ട് നാക്കിയത് കഴിഞ്ഞു. ഞാൻ ഏകദേശം വേണ്ടി പോയി റൂമിൽ പോയി. ഇല്ല, ജയിച്ചു കഴിഞ്ഞ് അയാൾ എന്തിനാണ് ഈ പരാതി പറഞ്ഞത്? അപ്പോൾ എനിക്കും അതെല്ലാം സംശയം. കോടിയേരി അപ്പുറത്ത് അദ്ദേഹം ഇത് തന്നെ ചോദിക്കുക. പോട്ടെ, ഞാനതൊക്കെ വിലക്കെടുത്തു, അത്ര ഞാൻ പറയുന്നുണ്ട്. ഇന്നും സഹ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഴയ ഒരു വ്യത്യാസം. എന്നെ വിളിച്ചല്ലോ ഇലക്ഷൻ കാലത്ത് വേണ്ടത്തേക്ക്. ഞാൻ പോയല്ലോ. എനിക്കത്ര യാത്ര ചെയ്യാൻ എങ്ങനെ ഞാൻ പോയി. ഇവിടെ ക്യാമ്പയിന് വന്നപ്പോൾ ട്രാവലർ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്നെ വിളിക്കും, വേണ്ടി ഞാൻ പോയല്ലോ. മുമ്പ് ഇതൊന്നെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞാൽ സംഘടനാപരമായി എനിക്ക് ഉത്തരവാദിത്വമില്ല, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 72 യോഗ്യത ഞാൻ പ്രസംഗിച്ചു. അപ്പം ഞാനിവിടെ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ള ഞാനിപ്പോൾ ഭീതിയോടെ ഓർക്കുക. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് പേരെന്തായാലും അഡീഷണലായിട്ട് ചെയ്യുമല്ലോ. ഇല്ലായിരുന്നെങ്കിലോ ഞാൻ പ്രസംഗിച്ചു 72. ഒരൊറ്റയാൾ അത്ര യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരൊറ്റയാൾ. പിണറായി സാഹിബ് മേജറായ 3 വലിയ റാലി പ്രസംഗിച്ചു. അങ്ങനെ ഒരു പാർലമെൻറ്റ് 3 ചെയ്തത്. അദ്ദേഹം അങ്ങ് പോയി. പിന്നെ വലിയ ആൾക്കൂട്ടായിരുന്നു. ഞാനങ്ങ് ഉള്ളടക്കം വരെ പെരുമ്പളം ദ്വീപിൽ വരെ പോയി പ്രസംഗം. അവിടെ ഭൂരിപക്ഷം കിട്ടി. അവിടെ ആ 100 കോടി രൂപയുടെ പാലം ഞാൻ അന്ന് അനുവദിച്ച് അത് പൂർത്തിയാകാൻ പോവാം. ആരിഫാണ് ആ പാലം ആവശ്യപ്പെട്ടത്. അതിന് വികസനമൊക്കെ നടത്തി. അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഇപ്പോൾ 15,000 കുറഞ്ഞു. അപ്പോൾ വികസനം നടത്തിയിട്ട് വോട്ട് കുറഞ്ഞു. ഇത് എല്ലാവരും സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. CPM അങ്ങ് തകർന്നു പോയി എന്നുള്ളതല്ല, BJP അങ്ങ് പോകുന്നു എന്നുള്ളതൊന്നുമല്ല. ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചെറുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണത്. ഇപ്പോഴും 79% വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. പോൾ ചെയ്ത് 19 ഉള്ളൂ. എക്സെപ്റ്റ് തൃശ്ശൂർ. അത് പോട്ടെ, അടുത്ത തവണ എന്ത് കിട്ടും പുള്ളിക്ക് അവിടെ? അടുത്ത തവണ ജയിക്കത്തില്ല.
ഉറപ്പ് എഴുതി വെച്ചു. സഖാവേ, അന്നത്തെ ആ വിവാദ പോസ്റ്റ് സഖാവ് ഈ പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഏതാ? അന്ന് പിന്നെ അമ്പലപ്പുഴയിൽ ഈ സലാം SDPI കാരെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയല്ലോ. ആരൊക്കെ? അന്ന് അങ്ങനെ ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതിന്റെ പേരിൽ അതൊക്കെ ഇവരൊക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് തന്നെ ചെയ്യുന്നതാ. അത് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? SDPI കാരനെന്ന് പറഞ്ഞാൽ തീവ്ര മുസ്ലിം വോട്ട് കിട്ടുമെന്ന് ഇട്ടവർ വിചാരിച്ചു. ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. 15,000 ജയിച്ചില്ലേ? മുസ്ലിം ബൂത്തിലൊക്കെ അതിനേക്കാൾ കൂടുതൽ എനിക്കാണ് കിട്ടിയത്. 3 ലക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് കൂടാ. അതിന് പിന്നിൽ സഖാവാണെന്ന് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അവരത് മാത്രമാണ് പറഞ്ഞത്. ഞാൻ അയാളെ ഇലക്ഷന് ക്ഷീണിപ്പിച്ചൊന്നും അതൊക്കെ വലുതാണ്. അതിനുള്ള കൊറോളറി അല്ലേ ഇതൊക്കെ. എന്നിട്ട് എന്തായി? ഞാനല്ലേ അപ്പോൾ എൻ്റെ പണി ഇതായിരുന്നു. എന്നാൽ എനിക്ക് അയാളുടെ പേര് പറയാതിരുന്നാൽ പോലെ അവിടെ. എനിക്ക് വേറെ പേര് പറഞ്ഞാൽ ഞാൻ എന്ത് പേര് പറഞ്ഞാൽ അവിടെ അംഗീകരിക്കും. ഞാനത് പറഞ്ഞല്ലോ. കോടിയേരി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഈ പേരെടുക്കത്തില്ല. എന്നോട് പറഞ്ഞല്ലേ. എനിക്കിതെല്ലാം ബോധ്യമാണ്. അതൊക്കെ മനഃപൂർവ്വം ഇവരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. അതായത് വോട്ട് കൂടുതലായിട്ട് തീവ്രവാദ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി ഇത് പറയുന്നുണ്ടല്ലോ. ഇപ്പം അന്ന് മാത്രമല്ലല്ലോ. അതൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുക്കണം. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അറിയാമോ? 3 പിന്നെ ഏതാ ഒരു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ അമ്പലപ്പുഴ സ്കൂളിൽ? ഒരു കുട്ടിയോ 3 കുട്ടിയോ? ഒരു കുട്ടി ചെയ്തില്ലേ? അപ്പോൾ അവിടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കഞ്ഞിപ്പാടത്തുള്ള കുട്ടികളാണ്. പാർട്ടി ഫാമിലികളെ എല്ലാവരും. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മടക്ക്. ഞാനും സെക്രട്ടേറിയറ്റ് മിനിസ്റ്റർ അവിടെയാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഏരിയ സെക്രട്ടറി ഓമനക്കുട്ടനോട് പറഞ്ഞു, നാളെ ഹർത്താൽ നടത്തണം ഇതിനായിട്ട്, കൊലപാതകളെ പിടിക്കണമെന്ന്. അത് നടത്തിയില്ല. ഈ സലാമിൻ്റെ പേരിൽ ആരോപണം വന്നു. പുള്ളിയായി ബന്ധമുള്ളവരത് ചെയ്തതെന്ന്. നോക്കാം, നേരിട്ടൊരു ബന്ധമുള്ളവരല്ല. അപ്പോൾ SDPI ഇഷ്യൂ ഒക്കെ വന്നു. ഒരാളയാളെ സഹായിച്ചില്ല. ഞാനും കുഞ്ഞു വന്നു വൈകുന്നേരം. അടുത്ത ദിവസം ഹർത്താൽ നടത്തി. വളരെ ഉഗ്രമായ പൊതുയോഗം ഞാൻ നടത്തി. സലാമിനെ ഞാൻ അന്നാണ് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത്. അതുപോലെ പുള്ളി വീട്ടിൽ തന്നെ നിന്നു വിഷമിച്ചു പോയി. ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജീസുദാരൻ. എല്ലാ സ്ഥലത്തും വളരെ സഹായിച്ചു. എല്ലാവരും ആരെയും സഹായിക്കാതെ സഹായിക്കേണ്ട കാര്യം എന്താ? മനസ്സിലായില്ലേ? എന്തൊക്കെയാണ്? അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് എഴുന്നേറ്റ് വരുന്ന മട്ടിലാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് നമ്മുടെ ഭാഗത്തോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യമായിട്ട് ഈ പോസ്റ്റൊക്കെ ഇടുന്നത്, പേര് മാറ്റിയൊക്കെ. അവരെയൊക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് അകറ്റണം. സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. സംശുദ്ധം കെട്ടിപ്പടുത്തുന്നത്. അതിലേക്ക് തന്നെ തിരിച്ചു വന്നേ പറ്റും. അതിൽ കുറച്ച് ആളുകൾ അല്ലാതെ വന്നിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. അത് തെറ്റാണ്. പക്ഷേ അവർ വളരെ വോസിഫറസാണ്. ഏത് അവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സാന്നിധ്യം ഇങ്ങനെ അറിയിക്കുകയാണ്. അത് അവരുടെ സ്വഭാവമാണ്. ക്രിമിനൽസിൻ്റെ സ്വഭാവം അത്. അവർ ശക്തരെന്ന് കാണിക്കാൻ. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. അതിനെ എതിർക്കാൻ പേടിച്ച് അവരോടൊപ്പം പോകുന്നത് ഏത് പാർട്ടിപ്പെട്ട നേതാവായാലും വിൽ ബി ഡൂംഡ്. ഇത്രയൊക്കെ ഡിഫെൻഡ് ചെയ്ത് താങ്കളെ എക്സലാം ഇത്രേ ആക്രമിക്കുന്നതിന്റെ റീസൺ എന്താണ്? അല്ല, എന്നെ ഇതേ ഉള്ളൂ. പിന്നാട് ആക്രമണമൊന്നും നേരിട്ടൊന്നും വന്നിട്ടില്ല. ഈ പരാതി എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? നമ്മൾ മാറിക്കഴിഞ്ഞാൽ സ്ഥാനം കിട്ടണതിന് അല്ലെങ്കിൽ തന്നെ സ്ഥാനം കിട്ടുമല്ലോ. നമ്മൾ നിർദ്ദേശിച്ചിരിക്കുകയല്ലേ. അയാളുടെ ഇലക്ഷൻ കൺവെൻഷൻ അധ്യക്ഷൻ ഞാൻ, SRP രാമേന്ദ്രപിള്ള ഉദ്ഘാടനം, അയാളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞാൻ, അയാളുടെ സ്വീകരണ യോഗങ്ങളിൽ 5 ദിവസം ഞാൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു. 19 പഞ്ചായത്ത് റാലികൾ, പഞ്ചായത്തിൽ 19 റാലികളാണ് ഞാൻ മണ്ഡലത്തിൽ നടത്തി. 300-400 ആൾ എല്ലായിടത്തും. അല്ല പറ. എന്നിട്ട് ഗൾഫിലുള്ള എൻ്റെ മകൻ സ്വന്തം ചെലവിൽ വന്ന് വോട്ട് ചെയ്യാൻ വന്നു. വന്ന് വോട്ട് ചെയ്തിട്ടാണ് പോയത്. സലാമിൻ്റെ കാറിലാണ് എൻ്റെ മകൻ വോട്ട് ചെയ്യാൻ പോയത്. അതെന്താണോ എവിടെയോ ഒരു ആലോചന ഉണ്ടായി ചെയ്തതെന്നുള്ള വ്യക്തമല്ലേ. ഒരാലോചന ഉണ്ടായി ചെയ്തതാണ്. അതിനയാൾ അത് ഉറപ്പായ കാര്യമല്ലേ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ആവശ്യം. അത് സംശയമില്ലാത്ത കാര്യമല്ല. എന്താണ് ജി സുധാകരനും അതിലൂടെ നേതാവിനെ ആക്രമിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് ആ സമയത്ത്? കാരണം അങ്ങ് എന്താ മന്ത്രിസ്ഥാനം? അത് ഞാൻ പറയേണ്ട കാര്യമല്ല. മന്ത്രിസ്ഥാനമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നം. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഞാൻ 2 തവണ ആരോടൊന്നും ശുപാർശ ചെയ്തു.
ഒരു ശുപാർശയില്ലാതെ മന്ത്രിയാവില്ല. എൻ്റെ വീട്ടിൽ ശുപാർശ ചെയ്യുന്ന നേതാക്കന്മാരാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും സാധാരണ കൃഷിക്കാരാണ് ഓണാട്ടുകരയിൽ. അതിൽ അച്ഛൻ മരിച്ചു പോയാൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ശുപാർശ ചെയ്യാനില്ല. ആരും ശുപാർശ അവർ എന്നെ എടുത്തു. ആദ്യത്തെ ഗവൺമെൻറ്റിൽ US ഗവൺമെൻറ് ഞാൻ പെർഫോം ചെയ്തപ്പോൾ അതവർക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ പിണറായി തന്നെ ആയിരിക്കും മുൻകൈ എടുക്കാൻ. ആദ്യത്തിനും പിണറായി തന്നെ, US അല്ല, പിണറായി തന്നെ മുൻകൈ എടുത്തു. ഞാൻ കൃത്യമായും PWDൻ്റെ ശേഷം മന്ത്രിസായി അദ്ദേഹത്തിന് ദോഷമില്ലാതെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തില്ലേ. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും പ്രവർത്തനം അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു. സന്തോഷമുള്ള കാര്യമല്ല. അങ്ങ് ഈ ഗവൺമെന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കോർപ്പറേഷൻ മിനിസ്റ്ററായിട്ട് അങ്ങ് ആദ്യത്തെ VS ഗവൺമെന്റിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് വിലക്കയറ്റം ഒക്കെ വന്നപ്പോൾ പിടിച്ചു നിർത്തിയത് ശരിക്കും സപ്ലൈകോ അല്ലായിരുന്നു, കോർപ്പറേഷൻ അല്ല, ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഇതുണ്ടല്ലോ, കൺസ്യൂമറുടെയൊക്കെ ചത്ത് തൊലഞ്ഞ് കിടന്നതല്ല, കൊള്ളയടിച്ച് നശിപ്പിച്ചതല്ലേ. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് IAS വരെ LMS കോമ്പൗണ്ടിൽ ക്യൂ നിൽക്കുകയല്ലായിരുന്നു സാധനം വാങ്ങിക്കാൻ. എന്നിട്ട് കുട്ടനാട്ടിൽ പിന്നെ വെള്ളക്കെട്ടല്ലേ, 50 ലക്ഷം രൂപയ്ക്ക് ഒരു മിനി ഷിപ്പ് പോലെ ഉണ്ടാക്കി. അതിൽ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ കച്ചവടം, ഒരു ദിവസം 3 ലക്ഷം വിൽപ്പന, ഓരോ കടത്തിലും ചെല്ലും. അങ്ങനെ എന്തെല്ലാം നടന്നു. സിവിൽ സപ്ലൈസ് പരാജയപ്പെട്ട ഒരു സമയത്ത് ഈ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് ഇതിൽ ഇടപെടൽ അതെ, ഞാൻ ഏത് വകുപ്പ് എന്നെ ഏത് പാർട്ടിയുടെ ജോലി ചെയ്താലും ഞാനതിനെ മെച്ചപ്പെടുത്തിയിട്ടേ പോലുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു രീതിയാണ്. G. സുധാകരൻ എന്ന നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ ഉള്ളൊരു ശ്രമം അതൊരു വെറും ലോക്കൽ കോൺസ്പിറസി ആണോ? ഇപ്പോഴോ? അല്ല, ഉണ്ടായിരുന്നത് അതൊരു ലോക്കൽ കോൺസ്പിറസി. അതൊന്നും എനിക്കറിയില്ല. അതൊരു കോൺസ്പിറസി ഇവിടെ ഉണ്ടായി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഇതെല്ലാം ഒഴിയാൻ മാനസികമായി തയ്യാറെടുത്തുന്ന സമയമാണ്. ഗവൺമെൻറ്റിൽ ഇനിയും വരേണ്ട കാര്യമില്ല, മത്സരിക്കാനും തയ്യാറായില്ല. സലാമിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടുത്തെ അപ്പുറത്തെ തെരഞ്ഞെടുപ്പ് 2 നിർദ്ദേശിച്ചു, 2 പേരും ജയിച്ചു. അതിനുശേഷം ഈ അനാവശ്യങ്ങൾ എഴുതി അയച്ചതിനെ പറ്റിയാണ് എനിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് എന്ത് കാര്യത്തിന് അങ്ങനെ ചെയ്തത്, ജയിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുകയും ചെയ്തല്ലോ 2 ലീഡേഴ്സ്. അത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ പേരിലൊന്നും എനിക്കൊരു കംപ്ലയിൻറ്റ്, ഞാൻ സെൻട്രൽ കമ്മിറ്റി കംപ്ലയിൻറ്റ് കൊടുത്തില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ക്യാമ്പയിനിവിടെ സീതാറായച്ചൂരി വന്നിരുന്നു. എന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ചു. കൂടെ എൻ്റെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ മുൻ മിനിസ്റ്റർ എവിടെയാണ്, എന്നെ വിളിച്ചു. ഞാൻ സംസാരിച്ചു ഫോണിൽ കൂടി, മനസ്സിലായില്ലേ? എന്നെ വിളിച്ചല്ലോ, വിളിക്കാൻ വേണേ പോയിക്കോളൂ. ഒരു സമറി ഇതാണ്, അതായത് അങ്ങക്കെതിരെ ഒരു കോൺസ്പിറസി നടക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ലെവലിലല്ലേ? അറിയത്തില്ല, അങ്ങനെ ആവണമെന്നില്ല, അങ്ങനൊന്നും ആവണമെന്നില്ല. എനിക്ക് അങ്ങനെയുള്ള സങ്കല്പം അല്ല. ആ കോൺസ്പിറസി നടന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഒരന്വേഷണം വന്നൊരു താക്കിയതല്ല, വേറൊന്നും ഉണ്ടായില്ലല്ലോ. പുറത്താക്കുമെന്നായിരുന്നല്ലോ പത്രവാർത്തകൾ, അതിനായിട്ടുള്ള ലക്ഷ്യം വെച്ചത്. നടന്നില്ലല്ലോ. അപ്പോൾ ആ കോൺസ്പിറസി പരാജയപ്പെട്ടു. പിന്നെ ഒരു അന്വേഷണം നടന്നതല്ലേ, ഒരു സെൻട്രൽ കമ്മിറ്റി അന്വേഷിച്ചത്. എന്നാൽ പിന്നെ ഒരു താക്കിയത് ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം, അതേ ഉള്ളൂ. ജാഗ്രത പാലിക്കണമെന്നായിരുന്നു. വേറൊരു ആരോപണം ഉള്ളത്, ഈ നിരോധിക്കപ്പെട്ട PFIയുടെ അണികൾ പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറി പാർട്ടിയുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ ചുമ്മാതെ RSS പറയുന്ന BJPക്കാർ നുഴഞ്ഞങ്ങ് കയറുകയല്ലേ സാർ. ഇത് പാർട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ ഞാൻ പാർട്ടിയുടെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്. പാർട്ടി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഒരു 15 പേര് അങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് ബ്രാഞ്ചിൻ്റെ കീഴിലെടുക്കും. അപ്പോൾ 1 വർഷം അവർ ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കണം. 1 വർഷം കഴിഞ്ഞ് പാർട്ടിയുടെ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ സ്ഥാനാർത്ഥി മെമ്പർമാരായിട്ട് ആദ്യം എടുക്കുന്നത് ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ്. അതായത് പൂർണ്ണ മെമ്പറുടെ ഫുൾ റൈറ്റ് ഇല്ല. കമ്മിറ്റി പങ്കെടുക്കാം, അഭിപ്രായം പറയാം, വോട്ടവകാശം ഉണ്ടാവില്ല. ഈ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ചവരെ അങ്ങോട്ട് എടുക്കും. പാർട്ടി പ്രവർത്തനത്തിൽ മികവ് കാണിച്ചെടുക്കും. വീണ്ടും 1 വർഷം കാൻഡിഡേറ്റായിട്ട് അത് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മികച്ചവരെ പൂർണ്ണ മെമ്പറാക്കി അങ്ങ് മാറ്റും. അങ്ങനെയാണ് സ്കൂട്ടണി. അപ്പോൾ എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്? പരിശോധനയൊക്കെ നടത്തി വരുന്നതല്ലേ. അങ്ങനൊന്നും നുഴഞ്ഞു കയറാൻ പറ്റില്ല. അല്ല, അതറിയില്ല. അത് സ്കൂളിലും കോളേജിലും മെമ്പർഷിപ്പ് അല്ലേ, നമുക്കതേപ്പറ്റി ഒന്നും പറയും. ഇത് പറ്റത്തില്ല, പ്രയാസമാണ്. ആ ടെൻഡൻസി കാണിച്ചാൽ അപ്പോൾ വെളിയിൽ പോകുമല്ലോ. വർഗബഹിര സംഘടനകളിൽ അത് വളരെ എന്താ പറയുന്നത്, മാർദ്ദവം ഏറിയതാണ്, അയഞ്ഞതാണ്.
കാരണം കർഷക തൊഴിലാളികൾക്ക് എല്ലാവരും പങ്കെടുക്കുക, രാഷ്ട്രീയം നോക്കണ്ട. എല്ലാ വിദ്യാർത്ഥിക്കും സഭ മെമ്പറാവാം, അറിഞ്ഞിരിക്കണം. അതാണ് ഭരണഘടന. അവരുടെ ആക്ടിവിറ്റീസിൽ ഇത് കാണിക്കുമ്പോൾ അവർ കളയും. അതുകൊണ്ട് ഇതൊക്കെ BJP ഇതിൽ അടിച്ചുവിടുന്നതാണ് അവരുടെ മുസ്ലിം വിരോധം. രാജ്യത്തൊരു നല്ല ഒരു ഭരണം കിട്ടിയപ്പോൾ ദുഷ്പേര് മാറ്റി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് പോലെ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ് പ്രധാനമന്ത്രി നടക്കുക. ചെങ്കോൽ കൊണ്ടുവന്ന്, രാജാവിൻ്റെ ചെങ്കോൽ കൊണ്ടുവന്ന് പാർലമെൻറ്റ് സ്ഥാപിക്കുക. എത്ര ബാഡ് എക്സാമ്പിൾ അദ്ദേഹം കാണിച്ചത് പറ. ഉടനെ ഒരു പൗരത്വ ഭേദഗതി. ഏത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നാൽ കയറ്റത്തില്ല, മറ്റുള്ളവരെ കയറ്റും. ഇതൊക്കെ വ്യക്തമല്ല. ഇന്ത്യ രാജ്യത്തെ ഒരുമിച്ച് പോകുന്നതിൽ താല്പര്യം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലയിലാണ് മോഡി ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ മോഡി ഭരണം തുടരത്തില്ല, ഇല്ലാതാവും. കാരണം ഒന്നാമത് ഭൂരിപക്ഷമില്ല. കൂടെ നിൽക്കുന്നതിന് മാറിക്കളഞ്ഞാൽ എന്ത് ചെയ്യും പറ. ചന്ദ്രബാബു നായിഡു എത്ര തവണ മാറിയാണ്? മറ്റൊരു മോശമാണോ ഒരാളുള്ള കൂടെ വേറെ? അയ്യോ പറ. അവരെല്ലാം അവരവരുടെ കാര്യം നോക്കുന്നവരാ. അപ്പം ഇത്രമാത്രം ദുർബലമായ സ്ഥിതിയിലേക്ക് വന്നില്ലയോ അല്ലേ? അതിനെപ്പറ്റി മോഡി ആശങ്കപ്പെടട്ടെ. നല്ല ഭരണം കിട്ടിയ സമയത്ത് നടത്തണം. RSSൻ്റെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പ്രതിപക്ഷമായിട്ട് ആലോചിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക. അത് കഴിയിലൊക്കെ പൊളിഞ്ഞു പോയത് നല്ലതാണ്. ഈ ഇലക്ഷൻ നല്ലതാണ്. അർത്ഥത്തിൽ ഇലക്ഷൻ കാലത്തെ പ്രൊസീജിയറൊക്കെ വളരെ മോശമായത് മൊത്തത്തിൽ. ഒന്നാമത് ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ ഒന്നും പാടില്ലാത്തതാണ്. പക്ഷേ ഈ റിസൾട്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കൊടുക്കും, എന്നാൽ കൊടുക്കുന്നവരുടെ കൊടുത്തിട്ട് പിടിക്കുകയും ചെയ്യും. അതാണ് അത് നല്ലതാണ്. ഡെമോക്രസിക്ക് നല്ലതാണ്, പേടിക്കണ്ട. അപ്പോൾ ഇടതുപക്ഷത്തിന് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തി അണികളെയൊക്കെ തട്ടി ഉണർത്തി ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി നഷ്ടപ്പെടുത്തി തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ സന്നദ്ധമായിട്ട് ഇറങ്ങാമല്ലോ. അങ്ങനെ ഇറങ്ങാനാണ് ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പാർട്ടിയുടെ ഒരു ടാക്ടിക്കൽ ലൈനൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കേരള കോൺഗ്രസ് ഇടയ്ക്ക് നമ്മുടെ ഇങ്ങോട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് മാറി മാണി കോൺഗ്രസ് വന്നു. ഇത് 90കളിലെ ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു പദ്ധതി സജീവമായിരുന്നു. അത് പാർട്ടിക്ക് അല്ലെങ്കിൽ LDFിലേക്ക് ലീഗ് വരേണ്ട സമയമായോ? ലീഗ് ഒരിക്കലേ വന്നിട്ടുള്ളൂ. 1967 അന്ന് ലീഗ് ഗവൺമെൻറ് മത്സരിച്ചുമ്പോയ വന്നു. അദ്ദേഹം നല്ലൊരു മിനിസ്റ്ററായിരുന്നു. പിന്നെ അഖിലേന്ത്യാ ലീഗാണ് വന്നത്. ലീഗ് പടം അത് ചെറിയൊരു പാർട്ടിയല്ല. പിന്നെ ലീഗിനെ എടുത്തിട്ടില്ല. ചർച്ചകളൊക്കെ പത്രങ്ങൾ വഴി കേട്ടു. പാർട്ടിക്കകത്ത് ഔദ്യോഗികമായി ഞാൻ 2021 വരെ 22 വരെ പാർട്ടിയിലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്. 84 മുതൽ ആ കാലത്തൊന്നും ലീഗിനെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിൽ പാർട്ടിക്കകത്ത് സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ കണ്ടിട്ടില്ല. പത്രത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് LDF അത് തന്നെ LDF വന്നാൽ ഗവൺമെൻറ്റിലും വരും. ഇല്ല, അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. പത്രങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട്. തൽപര കക്ഷികളൊക്കെ കാണും, അവരൊക്കെ കൊടുക്കുന്നതായിരിക്കും വാർത്തകളിൽ. LDF ആണെന്നൊക്കെ പറഞ്ഞാലും വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ പല ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കാണും. വ്യക്തികൾ അതൊക്കെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ പാർട്ടിക്കകത്ത് അതൊന്നും നടന്നിട്ടില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനകത്ത് തന്നെ ശക്തമായ അഭിപ്രായമുണ്ട്. വർഗീയതയെ കൂടുതൽ നന്നായിട്ട് പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ഇടയിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു അതൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ വരാൻ വേണ്ടി LDF ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ച അല്ല, എനിക്ക് കാണേണ്ട കാര്യമില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് LDFിലെ ഘടകകക്ഷികളാണ്. വ്യക്തികൾ അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അവർ എതിർക്കും നമ്മളെ. അത് പാടില്ല. CPI ഒക്കെ ഇല്ലേ നമ്മുടെ പാർട്ടിയിൽ, അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പം അങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതായിട്ട് തോന്നുന്നില്ല. അത് ലീഗ് അങ്ങനെ വരാൻ തയ്യാറുമല്ലല്ലോ ഇപ്പം. അല്ല, അവർക്കിപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അവർക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലല്ലേ അവർ വരുള്ളൂ, അല്ലേ? അല്ല, എനിക്കൊന്നും ഇടക്കാലത്ത് ഈ മനോജ് ഇപ്പം ചോദിച്ചതുപോലെ ലീഗിന് ഇപ്പുറത്തേക്ക് വന്നാൽ കൊള്ളാം. കാരണം UDFകളുടെ വീക്കായ ഒരു സിസ്റ്റമാണ്. അതാണ് കറക്റ്റ്. അപ്പോൾ കാര്യസാധനത്തിന് വേണ്ടിയല്ലേ, നാട് നന്നാക്കാനല്ലല്ലോ.
അതാണ് തിരുത്തേണ്ടത്. UDF ശക്തിയില്ല, LDF വരിക. LDF മോശമാണ്, ഇതാണ് പ്രശ്നം. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വ്യക്തമായ തത്വങ്ങളുടെ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ, പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന മുന്നണി ചെയ്തിട്ടുണ്ട്. അതിന് വലിയതായിട്ടൊന്നും ആരും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധ്യതയില്ല. LDF ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, അവിടെ മോശമായതുകൊണ്ട് ഇവിടെ വരുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞു. UDF വീക്കായതുകൊണ്ട് LDF പോയി കളയാം, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അല്ല അവർ വരുമോ വരാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട കാര്യം. അതൊന്നും എനിക്ക് തടയാനൊന്നും കഴിയും, എൻ്റെ അതല്ല. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. അതാരും പ്രോത്സാഹിപ്പിക്കരുത് എൻ്റെ അഭിപ്രായം. കൺവിക്ഷനായിട്ട് ഒരാദർശത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൽ ആര് വന്നാലും നല്ലതല്ലേ. ഇടതുപക്ഷം അധികാരത്തിൽ വരികയോ പ്രതിപക്ഷം എന്തുമായാലും അത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്നും എന്നുള്ളൊരു ചിന്താഗതി ഇല്ലല്ലോ. അധികാരം കിട്ടുമോ ഇല്ല എന്നുള്ളതല്ലേ നോട്ടം. മാധ്യമങ്ങൾ അതിനെയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർ വന്നാൽ അവർക്ക് ആ ഗുണം കിട്ടും, ഇവർ പോയാൽ, ഇതൊക്കെ എഴുതി വെക്കുകയല്ലേ. ഇതിനപ്പുറത്തേക്ക് ഇത് വരുത്തില്ല. കാരണം പ്രായോഗിക രാഷ്ട്രീയമല്ലേ. പൊളിറ്റിക്കലി കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത്, അവർ പറയുന്നത്. അതിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെയൊക്കെ അസംബ്ലിയൊക്കെ പല സീറ്റും ജയിച്ച് അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. കേരള കോൺഗ്രസിന് അവകാശവാദം അതായിരുന്നല്ലോ, ആരും അതിനെ ഖണ്ഡിച്ചില്ലല്ലോ. CPI വല്ലാതെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. CPI മാത്രം LDF ആയിട്ട് കൂടി പറഞ്ഞില്ല, CPI എതിർത്തു. അതവരെ എതിർത്തു. കാരണം ചങ്ങനാശ്ശേരിയിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടിയില്ല, വോട്ട് കുറഞ്ഞു. അവിടെ കേരള കോൺഗ്രസ് MLA ആണ്, ഇപ്പോൾ മാണിയുടെ MLA ആണ്. അത് വെച്ച് അവർ പറഞ്ഞതാണ്, അത് അവരുടെ അഭിപ്രായമാണ്, നമ്മുടെ അഭിപ്രായമല്ല. അവർ പറഞ്ഞ ശരി, വോട്ട് അവിടെ കുറഞ്ഞെന്നുള്ള ശരിയല്ലേ, വല്ലാതെ കുറഞ്ഞു. ഇതങ്ങനെ ഒരു പാർട്ടി വന്നതുകൊണ്ട് അവരുടെ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്യത്തില്ല. ഇത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പാർട്ടി വന്നതുകൊണ്ട് ആ പാർട്ടിയിലെ വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്യത്തില്ല. ഉദാഹരണം, ബംഗാളിൽ കഴിഞ്ഞ നമ്മുടെ CPM-ഉം കോൺഗ്രസും വെവ്വേറെ മത്സരിച്ചു, ഒരു പെർസെൻറ്റേജ് വോട്ടും കിട്ടി. നമുക്ക് സീറ്റ് കിട്ടിയില്ല, അവർക്ക് 1-2 സീറ്റും കിട്ടി. അവരുടെ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്നായിരുന്നല്ലോ ബംഗാളിൽ, അത് തോറ്റു. ഇത്തവണ തോറ്റു. ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചു കോൺഗ്രസ് CPM-നൊന്നും കിട്ടിയില്ല, അവർക്ക് ഒരു സീറ്റ് കിട്ടി. രണ്ട് കൂട്ടരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. കണ്ടോ? അപ്പോൾ രണ്ടുപേരുടെയും വോട്ട് വീണില്ലല്ലോ. ഉദാഹരണം കണ്ടില്ലേ? അപ്പം മുഴുവൻ ഇടതുപക്ഷ വോട്ടും മുഴുവൻ കോൺഗ്രസ് വോട്ടും ഒരുമിച്ച് വീണില്ല. കാരണം ദീർഘകാലമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളല്ലേ. അത് ചിലപ്പോൾ കുറേ കഴിയും, അതൊക്കെ മാറി വരാൻ ടൈം എടുക്കും. അവിടെയൊക്കെ ഒരുപാട് പേര് മരിച്ചതാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഒരുപാട് സഖാക്കളെയൊക്കെ കൊന്നിരുന്നു അവിടെ. ഇത് സിദ്ധാർത്ഥ ശങ്കറയുടെ മറ്റേ സെമി ഫാസ്റ്റ് ടെറർ ഭരണകാലമില്ലേ, 10 years 70 to 80 ആ കാലത്ത്. അപ്പം അതിൻ്റെയൊക്കെ ഇത് ഇപ്പോൾ ഉണ്ടാവും, ടൈം എടുക്കും അതിന്. ഇവിടെയാണ് നമുക്ക് രണ്ട് പേര് ഇവിടെ ചേരുന്നുമില്ല കേരളത്തിൽ. കേരളത്തിലെ CPM വെസ്റ്റ് ബംഗാളിലെയും ത്രിപുരയിലേക്ക് പരാജയത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത് വളരെ സ്പെസിഫിക്കലി ചോദിക്കുന്നത് എന്താ വെച്ചാൽ CPM ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വരുന്നു, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചത് കൊണ്ടല്ലേ പിണറായി ഗവൺമെൻറ് അധികാരത്തിരിക്കുന്നത്. പാർലമെൻറ്റ് അങ്ങ് വിട്ടേര്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ രാഷ്ട്രീയമായിട്ട് ഭയങ്കര മുറുക്കമുള്ള മറുപടി പറയുന്ന G. സുധാകരൻ വലിയൊരു കവിയും കൂടെയാണ്, സ്ഥിരമായി കവിത എഴുതുന്ന ആളാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഞാൻ കവിയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും പബ്ലിസിറ്റിക്ക് പോവുകയോ ആരെയെങ്കിലും സ്വാധീനിക്കുകയോ ഒരു അവാർഡിന് എൻ്റെ പുസ്തകം അയച്ചു കൊടുക്കുകയോ ചെയ്തില്ല, വാങ്ങിക്കത്തില്ല. പിന്നെ സ്വയം കണ്ടെത്തി അവാർഡ് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇപ്പോൾ കേരളത്തിൽ ഇല്ലല്ലോ. ആരെങ്കിലും അയച്ചു കൊടുത്തു, അതൊക്കെ അറിയാമല്ലോ സമ്പ്രദായങ്ങളൊക്കെ. അതുപോട്ടെ, ഞാൻ ചെയ്യാറില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എഴുതുമായിരുന്നു, എനിക്കന്ന് നാണമായിരുന്നു വെളിയിൽ കാണിക്കാൻ. പിന്നെ ഞാൻ ശരിക്കും കണ്ടിന്യൂസ് എഴുതി തുടങ്ങി 2001 ശേഷം. ഇപ്പോൾ ഞാൻ 15 വോളിയങ്ങൾ പ്രസിദ്ധീകരിച്ചു കവിതയുടെ. ഒരെണ്ണം ആ കൈരളി ബുക്സ് കണ്ണൂർ, അയാളുടെ കയ്യിലുണ്ട്, ഭൂമിക്ക് മരണമില്ല എന്ന് പറഞ്ഞു, അതുണ്ട് അവിടെ. അപ്പോൾ അതിപ്പോൾ അച്ചടിച്ച് കഴിഞ്ഞാന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പബ്ലിക്കേഷൻകാർ ഇറക്കി. ഞാൻ കവിത എഴുതാറുണ്ട്, സമയം പറ്റി. അത് രാത്രിയിലൊക്കെ 3 മണിക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ട്രെയിനിൽ എഴുതിയിട്ടുണ്ട്.
സഞ്ചരിക്കുമ്പോഴൊക്കെ തോന്നിയാൽ അന്നേരം കയ്യിലെ കടലാസ് കുറിച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല കേരളം. ചർച്ച ചെയ്ത് നമുക്ക് കൊടുക്കണം. എനിക്ക് ചിരി വരും. ഓരോരുത്തരുടെ ഭയങ്കര കവിതയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോഴേ എനിക്ക് ചിരി വരും. ഞാൻ പിന്നെ ഗദ്യകവിത പൊതുവെ എഴുതാറില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം അത് എല്ലാവർക്കും എഴുതാം. എനിബഡി ക്യാൻ റൈറ്റ്. ഒരാശയവും ഭാഷയും ഉണ്ടെങ്കിൽ എനിബഡി ക്യാൻ റൈറ്റ്. ഇപ്പോൾ എല്ലാവരും എഴുതുകയല്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് കവിതയിലൊന്നും ഞാൻ പറയത്തില്ല. അത് കവിതയാണ്. പക്ഷെ കവിത നമ്മൾ പറയുന്നതും നമ്മുടെ ഹൃദയത്തിൽ കയറുന്നതും പദ്യത്തിൽ എഴുതിയാലല്ല കയറത്തുള്ളൂ. ഗദ്യത്തിലുള്ളത് എത്ര പാരഗ്രാഫ് ഓർമ്മിക്കാൻ പറ്റും? പറ. എത്ര പാരഗ്രാഫ് ഓർമ്മിക്കാം? അധികം ഓർമ്മിക്കാൻ പറ്റത്തില്ല. അതാണ് കവിത. ഗാനം അത് മ്യൂസിക്കാണല്ലോ കവിതയുടെ ആകർഷകത്വം. മ്യൂസിക് ഉള്ള കവിതകളാണ് ഓർക്കുന്നത്. ചില സിനിമ പാട്ടിൽ തന്നെ കവിത ഉള്ളത് കൊണ്ടാണല്ലോ ആ സിനിമ പാട്ട്. പി ഭാസ്കറിൻ്റെയൊക്കെ സിനിമ പാട്ട് കവിതകൾ തന്നെ മനോഹരമാണ്. വയലാറിൻ്റെ. അപ്പോൾ കവിത എന്ന് പറഞ്ഞാൽ അതൊരു ഗിഫ്റ്റാണ്. എഴുതാം. അല്ലാതൊരു ഗിഫ്റ്റാന്ന് പറയും. ചുമ്മാ എഴുതാനൊക്കെ തന്നെ. എനിക്ക് ഗിഫ്റ്റുണ്ടെന്ന് ഞാൻ പറയല്ല. എനിക്ക് എഴുതാൻ വലിയ പറ്റും. അങ്ങനെയല്ല, കവിത പൊതുവെ വളരെ ഇമാജിനേറ്റീവായി ചെയ്യുന്നവരാണ്, വളരെ ഭാവനാശാലികളാണ്. അപ്പോൾ അത്തരം ലോലകൃതരായുള്ള കവികളൊക്കെ കവിത എഴുതുമ്പോൾ വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അതിന് ബുദ്ധിമുട്ടില്ല. ഇല്ല. പാബ്ലോ നെരൂദ അയാൾ പാർട്ടിയുടെ നേതാവും പാർട്ടിയുടെ മന്ത്രിയല്ലായിരുന്നു ചിലിയൻ ഗവൺമെൻറ്. വേറൊരു രാജ്യത്ത് പോയി അയാൾ മന്ത്രിയായി. പുള്ളിയൊക്കെ നോബൽ സമ്മാനം കിട്ടി. മറ്റേ എന്താ പറയുന്നത്, തൃണദലംഗം എന്നതിൻ്റെ പേര്. ലീവ്സ് ഓഫ് ഗ്രാസ് ആ ഓഡിയത്തിൻ്റെ പേര് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വാട്ട് പിറ്റ്മാൻ. ഇവരെല്ലാം നിത്യജീവിതത്തെ പറ്റിയാണ് കവിത. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു കവിത കേട്ട് വൈൻഡപ്പ് ചെയ്താൽ നന്നായിരുന്നു. വായിക്കണം. പൂച്ചേ പൂച്ചേ മണൽക്കാട്ടിൽ കഴിഞ്ഞ നീ വീട്ടിൽ വന്നതെന്തേ, എൻ്റെ വീട്ടിൽ വന്നതെന്തേ, വീട്ടിൽ കഴിയവേ ആര് നിന്നെ ഈ മണൽക്കാട്ടിൽ തള്ളി പൂച്ചേ, നീ കടിച്ചുവോ മാന്തി കീറിയോ പാത്രം പൊട്ടിച്ചുവോ, വീട്ടിൽ മതാമതൻ ഫ്രോക്ക് കീറിയോ കാര്യമെന്തു പൂച്ചേ, പൂച്ചേ പൂച്ചേ മണൽക്കാട്ടിൽ കഴിഞ്ഞ നീ വീട്ടിൽ വന്നതെന്തേ, എൻ്റെ വീട്ടിൽ വന്നതെന്തേ, വീട്ടിൽ കഴിയവേ ആര് നിന്നെ ഈ മണൽക്കാട്ടിൽ തള്ളി പൂച്ചേ, നീ മനോഹരി നിൻ്റെ കണ്ണുകൾ ആഴമെത്ര പൂച്ചേ, ആഴിതന്നടിത്തട്ടിൽ കാണും ആ പവിഴക്കണ്ണു പൂച്ചേ, നീ ഉറങ്ങുമ്പോൾ ദൈവം മിഴിയടച്ചുറങ്ങും പോലെ പൂച്ചേ, നീ കളിക്കുമ്പോൾ ഗാനഗന്ധർവൻ നടനമാടി പൂച്ചേ, ഏത് ജന്മത്തിൽ നീ ഇതെന്നുടെ ഭഗിനിയായി വന്നു പൂച്ചേ പൂച്ചേ, നീ യുഗങ്ങളെ നോക്കിയങ്ങിരിപ്പോ, നിൻ ചരണജാലങ്ങളിൽ ഇനി എന്ത് സുഹൃതമുണ്ടാം, നീ ഇവിടെ എൻ്റെ മന്ദിരത്തിലെ കാവൽ മാലാഖയോ, നീ ഇനി മണൽക്കാട് തേടി അങ്ങ് ഓടിപ്പോയിടുമോ, ചൊല്ലുമോ